യേശു ജനിക്കുന്നതിന് 400 വർഷങ്ങൾക്കപ്പുറം ജീവിച്ച പ്രവാചകനായ മലാക്കി യേശുവിനെ കണ്ടിട്ട് നീതിയുടെ സൂര്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശു ജനിക്കുന്നതിന് 560ഓളം വർഷങ്ങൾക്കപ്പുറം ജീവിച്ച പ്രവാചകനായ സക്കരിയാവ് യേശുവിനെ കണ്ടിട്ട് എൻ്റെ കൂട്ടാളിയും വെട്ടേറ്റ പുരുഷനുമെന്നാണ് പ്രവാചകനായ സക്കരിയാവ് പറഞ്ഞത്. യേശു ജനിക്കുന്നതിന് 700 വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന പ്രവാചകനായ യെശയ്യാവ് യേശുവിനെ കണ്ടിട്ട് എൻ്റെ ദാസനെന്നും വ്യസനപാത്രമെന്നും യഹോവയുടെ ഭുജമെന്നുമാണ് പ്രവാചകൻ യേശുവിനെ വിശേഷിപ്പിച്ചത്. മശിഹ ജനിക്കുന്നതിന് 600 വർഷങ്ങൾക്കപ്പുറം ബാബിലോണിയ പ്രവാസത്തിലേക്ക് പോയ വിശുദ്ധ ബൈബിളിലെ 27ാമത്തെ പുസ്തകം എഴുതിയ ഭക്തനായ ദാനിയേൽ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഛേദിക്കപ്പെടുന്ന അഭിഷക്തൻ എന്നായിരുന്നു പ്രവാചകനായ ദാനിയേൽ വിശേഷിപ്പിച്ചത്. അങ്ങനെ യഹൂദന്മാരുടെ മതഗ്രന്ഥമായ തൽമൂദിൽ തല ഉയർത്തി നിൽക്കുന്ന പ്രവാചകണങ്ങൾ യേശുവിനെ എങ്ങനെയാണ് വീക്ഷിച്ചെന്നുള്ളത് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായി. മശിഹായുടെ ജനനത്തിങ്കൽ അറബി നാടുകളിൽ നിന്ന് യാത്ര തിരിച്ചു വന്ന വിദ്വാൻമാർ അവർ ചോദിച്ചു, മെൽക്കിയോനും ഗാസ്പറും ഒക്കെ ചോദിക്കുകയാണ്, ഞങ്ങൾ ആകാശത്തിലൊരു നക്ഷത്രം കണ്ടല്ലോ, അതൊരു യഹൂദ രാജാവിൻ്റെ നക്ഷത്രമാണ്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്നുള്ള ചോദ്യമാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ മശിഹായുടെ പാരമ്പര്യ പശ്ചാത്തലത്തിൽ നാം വീക്ഷിച്ചപ്പോൾ മനുഷ്യാവതാരം എടുത്തു വന്നതുകൊണ്ട് വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ പ്രാരംഭ ഭാഗത്തുള്ള 4 സുവിശേഷകർ യേശുവിനെ 54 പ്രാവശ്യം മനുഷ്യപുത്രൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ദാവീദിന്റെ വംശപാരമ്പര്യത്തിൽ ഈശായുടെ വംശത്തിൽ നിന്ന് വന്ന് ജനിച്ചതുകൊണ്ട് വിശുദ്ധ ബൈബിളിൽ 4ഓളം പ്രാവശ്യം യേശുവിനെ ദാവീദ് പുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട്. സ്വർഗത്തിലെ മഹിമകളെ വിട്ട് താണലോകത്തിൽ വന്ന ക്രിസ്തുവിനെ വിശുദ്ധ ബൈബിളിൽ 14 പ്രാവശ്യത്തോളം ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദാവീദ് പുത്രൻ, മനുഷ്യപുത്രൻ, ദൈവപുത്രൻ എന്നുള്ള ആ പാരമ്പര്യ വീക്ഷണത്തിൽ നിന്നുകൊണ്ടും നാം യേശുവിനെ കഴിഞ്ഞ രാത്രിയിൽ വീക്ഷിക്കുകയുണ്ടായി. പുരാതന കാലത്ത് രാജാക്കന്മാർ അപരിചിതമായ പാതകളിൽ കൂടെ പോകുമ്പോൾ അവരുടെ യാത്ര സുരക്ഷിതമാക്കുവാൻ രാജാവിൻ്റെ രഥത്തിന് മുൻപേ പോയി അവരുടെ തെരുക്കൾ വൃത്തിയാക്കുന്ന അല്ലെങ്കിൽ റോഡുകൾ യാത്രാ സൗകര്യമാക്കി തീർക്കുന്ന മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കണ്ട് പറഞ്ഞത് എന്തെന്നായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ചത്. പഞ്ഞിനൂല് കൊണ്ടുള്ള അങ്കി ധരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ ന്യായപ്രമാണം നിയോഗിച്ച സക്കരിയാവിൻ്റെ മകനായ യോഹന്നാൻ ഇതാ തോലുവാറ് ധരിച്ച് അവൻ മരുഭൂമിയിൽ ജീവിച്ച് യെരൂശലേമിന്റെ വീതിയിൽ പ്രസംഗിച്ചപ്പോൾ യേശുവിനെ അവൻ വീക്ഷിച്ചത് ഇങ്ങനെയാണ് പറഞ്ഞത്, ഇതാ എനിക്ക് മുൻപേ ഉള്ളവൻ, കുനിഞ്ഞവന്റെ കാലിലെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, അവനോ നിങ്ങളെ അഗ്നിയിൽ സ്നാനം കഴിപ്പിക്കും. ഞാൻ അവൻ്റെ സ്നേഹിതനാണ്, അവനൊരു മണവാട്ടിയുണ്ട്, അതിലുപരി അവൻ്റെ കയ്യിൽ ഒരു വീശുമുറമുണ്ട്. അവൻ കളത്തെ വെടിപ്പാക്കി നല്ല ഗോതമ്പുകളൊക്കെയും കളപ്പരയിൽ കൂട്ടിവെക്കും, ആകാത്തത് തീയിൽ എറിഞ്ഞു കളയും. അനാദി നിത്യതയിലെ യേശുവിനെ കുറിച്ച് തുടങ്ങി ഭാവി നിത്യതയിലെ മശിഹായുടെ ന്യായവിധി വരെ യോഹന്നാൻ 5 വാക്കുകളിൽ ഉൾക്കൊള്ളിക്കുന്നത് നമുക്ക് കാണാം. അപ്പൊ യോഹന്നാന്റെ വീക്ഷണത്തിൽ പാപം ചുമന്ന് മരിക്കുന്ന അല്ലെങ്കിൽ പാപം ചുമന്നഴിക്കുന്ന ക്രിസ്തു എന്നുള്ളതായിരുന്നു കഴിഞ്ഞ രാത്രിയിലെ നമ്മുടെ അവസാന വിഷയം. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ അത് 2 ദിശകളിൽ നിന്ന് നമുക്ക് ചിന്തിക്കണം. ഒന്ന്, മശിഹായുടെ ഈ ലോകത്തിലേക്കുള്ള ആഗമന ലക്ഷ്യം എന്തായിരുന്നു? കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനം അതൊരിക്കലും യാദൃശ്ചികമായിരുന്നില്ല. പാപം ചെയ്ത് പർദീസ നഷ്ടപ്പെട്ട ശാപയോഗ്യനായ മനുഷ്യനെ ഉദ്ധരിച്ചെടുക്കുക എന്നുള്ള ദൈവിക പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു മശിഹായുടെ മനുഷ്യാവതാരം. സ്വർഗഘടികാരത്തിൽ നിയോഗിതമായ കാലമായപ്പോൾ യേശു സ്വർഗത്തിൻ്റെ മഹിമകളെ വിട്ട് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദാവീദിൻ്റെയും ഇശായിയുടെയും ജന്മദേശമായ ആട്ടിടയന്മാരുടെ പട്ടണമായ ബേത്ലഹേമിൽ ജോസഫ് മറിയം ദമ്പതികളുടെ ആദ്യജാതനായി നമ്മുടെ യേശു ജനിച്ചു. 30ഓളം വർഷം ന്യായപ്രമാണത്തെ പാലിച്ചുകൊണ്ട് മാതാപിതാക്കന്മാർക്ക് അവൻ കീഴടങ്ങിയിരുന്നു. തൻ്റെ 30ാമത്തെ വയസ്സിൽ തനിക്ക് മുന്നോടിയായി വന്ന യോഹന്നാന്റെ കൈക്കീഴിൽ യെരൂശലേമിൽ നിന്ന് 84 മൈൽ ദൂരം നടന്ന് അവൻ ജോർദാനിൽ സ്നാനമേറ്റു.
ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ചെങ്കടൽ കടന്ന് മരുഭൂമിയിൽ എത്തുമ്പോൾ സീനായി മലയിലേക്ക് പോയ മോശ 40 രാവും 40 പകലും അവിടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രമാണവും സമാഗമന കൂടാരത്തിന്റെ പ്ലാനും ദൈവത്തിന്റെ പക്കൽ നിന്ന് ഏറ്റുവാങ്ങിയതുപോലെ കർത്താവായ യേശു കൃപയും സത്യവും നിറഞ്ഞവനായി തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. വരണ്ടുണങ്ങിയ ഭൂമിയിൽ കുളിർമ നൽകി ഒഴുകുന്ന ഒരു ഉറവയുടെ സാന്നിധ്യമായിരുന്നു യേശുവിൻ്റെ സാന്നിധ്യം. കുഷ്ഠരോഗികളെ യേശു ശുദ്ധപ്പെടുത്തി. മൃത്യു അവന്റെ മുൻപിൽ തലകുനിച്ചു നിന്നു. കാറ്റും കടലും ഓളങ്ങളും അവന്റെ വാക്ക് കേട്ടനുസരിച്ചു. അവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞ് പിശാച് അലറി ഓടി. അശുദ്ധമായി തള്ളപ്പെട്ട കുഷ്ഠരോഗികളെ അവൻ ശുദ്ധപ്പെടുത്തി. ന്യായപ്രമാണം കല്ലെറിഞ്ഞു കൊല്ലുവാൻ പറഞ്ഞ പാപിയായ സ്ത്രീയെ അവൻ സ്നേഹത്താൽ സംരക്ഷിച്ചു. വിമോചകരുടെ ആർപ്പുവിളി അവന്റെ പിന്നിൽ പിൻഗമിച്ചു. എന്തിനാണ് പിതാവ് യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്? യേശുവിനെ ഈ ലോകത്തിലേക്ക് പിതാവ് അയക്കുമ്പോൾ ദൈവത്തിന് ആഴമായ ചില പദ്ധതികളുണ്ട്. എല്ലാം വിശദമായി ചിന്തിപ്പാൻ സമയം പോരാ. മെസ്സിഹ മനുഷ്യാവതാരമെടുത്ത് എന്തിനാണ് ലോകത്തിൽ വന്നത്? സ്വർഗത്തിലെ സകല മഹിമകളെയും വിട്ട് വിശുദ്ധ പൗലോസ്ലിഹായുടെ ഭാഷാ ശൈലിയിൽ നാം പറഞ്ഞാൽ അവൻ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഒരു ദാസന്റെ രൂപമെടുത്ത് താണലോകത്തിൽ വന്നു. 3.5 വർഷക്കാലം തൻ്റെ സാന്നിധ്യം യെരൂശലേമിൽ തിങ്ങി നിറഞ്ഞു നിന്നു. ആ സാന്നിധ്യത്തിൽ അധിക അത്ഭുതങ്ങൾ നടന്നു. ഒരിക്കൽ യേശു പറഞ്ഞു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. യേശു ജനിക്കുന്നതിന് 950 വർഷങ്ങൾക്ക് മുൻപ് യെരൂശലേമിൽ ജീവിച്ച ഇസ്രായേൽ രാജാക്കന്മാരിൽ ഒരുവനായ ദാവീദ് തന്റെ ദുരിതപ്പെട്ട നാളുകളിൽ തന്റെ സങ്കീർത്തന വരികളിൽ എഴുതി ചേർത്തു, കർത്താവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെയാണ്, ഞങ്ങളെ ഒന്ന് അന്വേഷിച്ചു വരണമേ. ഭക്തരായ നീതിമാന്മാർ പലരും മശിഹായുടെ ആഗമനം പ്രതീക്ഷിച്ചിരുന്നു. ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കനാൻ എന്ന ദേശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഏദോമിന്റെ അതിരിങ്കൽ വെച്ച് അഹരോൻ എന്ന പ്രാരംഭ പുരോഹിതൻ മരിക്കുകയാണ്. അഹരോന്റെ മരണത്തിങ്കൽ മനമൊരുകിക്കൊണ്ട് ഭക്തനായ മോശ പറയുന്നു, അഹരോൻ തൻ്റെ സഹോദരനാണ്, തൻ്റെ സഹ ശുശ്രൂഷകനാണ്, തൻ്റെ സഹയാത്രികനാണ്. കനാൻ കാണാൻ കഴിയാതെ യാത്രമധ്യേ മരിക്കുമ്പോൾ ദുഃഖത്തോടെ മോശ പറഞ്ഞു, യഹോവേ, ഒന്ന് മടങ്ങി വരണമേ. എത്രത്തോളം താമസം! മശിഹ മനുഷ്യാവതാരമെടുത്തതാണ് ലോകത്തിൽ വരുന്നതിന് 1500 വർഷങ്ങൾക്കപ്പുറം ന്യായപ്രമാണത്തിലെ പ്രഗൽഭനായ മോശ തന്റെ സഹോദരനായ അഹരോന്റെ മരണത്തിങ്കൽ മുഴങ്കാൽ മടക്കി ദൈവസിംഹാസനത്തെ ധ്യാനിച്ചുകൊണ്ട് 90-ാം സങ്കീർത്തനത്തിന്റെ വരികൾ പാടുമ്പോൾ ആ ഭക്തൻ പറയുകയാണ്, ദൈവമേ, ഒന്ന് മടങ്ങി വരണമേ. എത്രത്തോളം താമസം! യേശു എന്ന് മടങ്ങി വരും? എൻ്റെ സഹോദരൻ എന്ന് ഉദ്ധാരണമുണ്ടാകും? മോശ പ്രാർത്ഥിക്കുകയാണ്. ദാവീദ് പറഞ്ഞത്, അയ്യോ, കാണാതെ പോയ ആടുകളെ പോലെയാണ്, ഞങ്ങളെ അന്വേഷിച്ചൊന്ന് വരണമേ. കാലങ്ങൾ പലത് കടന്നുപോയി. ഭക്തന്മാരുടെ നിലവിളി യഹോവയുടെ സിംഹാസനത്തോളം എത്തി. സ്വർഗം നിയമിച്ച കാലമായി നമ്മുടെ യേശു ലോകത്തിൽ വന്നു. ആഗമന ലക്ഷ്യമെന്ത്? യേശു പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ഭൂമിയിലേക്ക് വന്നത്. സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധന പത്രമായ മശിഹായെ, സ്വർഗീയ മഹിമകളെ വിട്ട് ഹീനനായ മനുഷ്യന്റെ അവതാരമെടുത്ത് അങ്ങ് ലോകത്തിൽ വന്നത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ യേശു പറയുകയാണ്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്നത്. കാണാതെ പോയ ആടുകളെ തേടി യേശു ലോകത്തിൽ വന്നു. ഇനി മറ്റന്നാൾ ഒരിക്കൽ യേശു പറയുക, പിതാവിനെ ആരും കണ്ടിട്ടില്ല, പിതാവിനെ ഒരു മനുഷ്യനും കണ്ടിട്ടില്ല. തൻ്റെ മടിയിലിരുന്ന പുത്രനായ യേശുവോ പിതാവിനെ വെളിപ്പെടുത്താൻ ലോകത്തിൽ വന്നു. യേശുവിൻ്റെ ആഗമന ലക്ഷ്യം എന്താണ്? പിതാവിനെ വെളിപ്പെടുത്തണം. സ്വർഗം ഒരു മനോഹരമായ കുടുംബമാണ്. ആ കുടുംബത്തിൽ ഒരു പിതാവുണ്ട്. ആ പിതാവിന് മനോഹരമായൊരു ഭവനമുണ്ട്. സ്വാർത്ഥരഹിതമായ സ്നേഹത്തിന്റെ ഉറവിടമാണ് ദൈവമെന്നുള്ള നിത്യസത്യം മനുഷ്യന്റെ മനസ്സിൽ വരയ്ക്കുവാനാണ് യേശു മനുഷ്യാവതാരമെടുത്തു വന്നത്. വഞ്ചകനായ പിശാച് തന്റെ കെണികൾ മനുഷ്യ മനസ്സിൽ പാകി. അവൻ പറഞ്ഞു, ദൈവം ഒരു സ്വേച്ഛാധിപതിയാണ്, ദൈവം ഒരു ക്രൂരനാണ്, നമ്മൾ എല്ലാ കാലത്തും അവൻ അടിമയായി കിടക്കണം. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന പാപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിരാശയുടെയും ഏറ്റവും ഒടുവിലത്തെ മരണത്തിൻ്റെയും കാരണഭൂതൻ അത് ദൈവമാണ്. എന്നാൽ അങ്ങനെയല്ല. ദൈവം സ്നേഹവാനാണ്.
സ്വാർത്ഥരഹിതമായ സ്നേഹത്തിന്റെ ഉറവിടമാണ് ദൈവമെന്നുള്ള ആ രൂപം മനുഷ്യന്റെ മനസ്സിൽ വരച്ചെടുക്കാനാണ് നമ്മുടെ യേശു ലോകത്തിലേക്ക് വന്നത്. യേശു എന്തിനാണ് ഭൂമിയിൽ വന്നത്? ഞാൻ പറഞ്ഞല്ലോ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ മനുഷ്യപുത്രൻ ഭൂമിയിൽ വന്നു. നീതിയുള്ള പരിശുദ്ധ പിതാവിന്റെ സ്നേഹത്തിന്റെ രൂപം മനുഷ്യ മനസ്സിൽ വരയ്ക്കുവാൻ യേശു ലോകത്തിലേക്ക് വന്നു. ഒരിക്കൽ യേശു പറയുകയാണ്, സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നിരുന്നത്. അന്ധകാരത്തിന്റെ പിടിയിൽ പെട്ടുപോയി വഞ്ചകനായ പിശാചിന്റെ ചങ്ങല വഹിച്ച് നിത്യ ദുഃഖത്തിൽ കഴിയുന്നവരെ ഉദ്ധരിപ്പാനാണ്. യേശു പറയുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനല്ലോ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. അവിടെയും തീരുന്നില്ല. വീണ്ടും യേശു പറയുകയാണ്, ഒന്നാമത്തേതിന് നീക്കം വരുത്തി രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാനാണ് യേശു വന്നത്. അപ്പോസ്തലനായ പൗലോസ് എബ്രായ മാർഗത്തെ വിട്ട് ക്രൈസ്തവ മാർഗത്തിൽ വന്ന് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് നസ്രേനായ യേശുവിനെ കണ്ട് അവന്റെ അരുമ ശിഷ്യനായി തീർന്ന് ദൈവിക മർമ്മങ്ങളുടെ ആഴങ്ങൾ ആത്മാവിൽ ഗ്രഹിച്ച ശേഷം യഹൂദ നാട്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒന്നാമത്തേതിനെ നീക്കി രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാനാണ് അവൻ വന്നത്. എന്തിനാണ് യേശു വന്നത്? കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിക്കണം, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കണം, പിതാവിന്റെ രൂപം മനുഷ്യ മനസ്സിൽ വരച്ചു കൊടുക്കണം. ഒന്നാമതായ ഒരു പ്രമാണമുണ്ട്, അതിന് ന്യായപ്രമാണം എന്ന് പറയും. ന്യായപ്രമാണത്തെ നീക്കിക്കൊണ്ട് രണ്ടാമത്തേതിനെ സ്ഥാപിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിൽക്കാലത്ത് പൗലോസ് ഈ വിഷയം എടുത്തെഴുതിയപ്പോൾ പാപികളെ രക്ഷിപ്പാൻ യേശു ലോകത്തിലേക്ക് വന്നു. പിതാവിന്റെ വലത്തുഭാഗത്ത് വചനമായിരുന്നവൻ മനുഷ്യാവതാരമെടുത്ത് താണലോകത്തിൽ വന്നതിന്റെ ഉദ്ദേശമാണ് നമ്മുടെ ചിന്താ വിഷയം. കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിക്കണം, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കണം, ദൈവത്തിന്റെ രൂപം മനുഷ്യ മനസ്സിൽ വരയ്ക്കണം. ഒന്നാമത്തേത് മോശ കൊടുത്തത് നീക്കി പുതിയത് സ്ഥാപിക്കണം. ഇതിനാണ് യേശു ലോകത്തിൽ വന്നത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവരായി മാംസത്തോടെ, അസ്ഥിയോടെ, വേദനയോടെ, ജീവനോടെ, ദാഹത്തോടെ, വിശപ്പോടെ, ഉറക്ക ക്ഷീണത്തോടെ ഒരു മാനുഷ്യ ശാരീരിക അവസ്ഥയിലാണ് നമ്മുടെ യേശു ലോകത്തിൽ വന്നത്. എന്തിനു വേണ്ടി? വേദപുസ്തകം വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. കാണാതെ പോയി അതിനെ തെരഞ്ഞു രക്ഷിക്കണം, പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കണം. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് ഒരു തടാകം കടന്ന് മറുകരയിലേക്ക് പോയി. അതൊരു നല്ല ദ്വീപാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10,000 കുടുംബം ആ പഞ്ചായത്തിൽ താമസമുണ്ട്. ഒരു 10,000 വ്യക്തികൾ ആ ദേശത്ത് താമസിക്കുകയാണ്. അപ്പൊ 9,999 പേർക്കും യേശുവിനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. യേശു ആ ദേശത്തേക്ക് ചെന്നു. പടകിൽ നിന്ന് യേശു ഇറങ്ങി. യേശുവിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴേ പിശാച് അലറി വിളിച്ചു, മഹോന്നത, മഹോന്നത, ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുൻപ് എന്നെ ദണ്ഡിപ്പിക്കരുതേ. അന്തിമ ന്യായവിധിയിൽ നരകം തുറന്ന് പിശാചുക്കൾ അവിടെ എറിയപ്പെടുന്ന രംഗം കണ്ടുകൊണ്ട് ഭൂതം അലറുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ഈ ലോകത്തിലേക്ക് വന്നു. അവൻ ഒന്നാമത്തേതിന് നീക്കം വരുത്തി രണ്ടാമത്തേതിനെ സ്ഥാപിച്ചു. അപ്പോൾ മശിഹായുടെ ആഗമന ലക്ഷ്യം ഒരു ചെറിയ രൂപരേഖയായി നിങ്ങളുടെ മനസ്സിൽ വരച്ചു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. നമ്മുടെ പഠന വിഷയം പ്രധാനമായിട്ട് യേശു ആരെന്നുള്ളതാണ്. പക്ഷേ യേശു ആരെന്നുള്ളത് പഠിക്കേണ്ടതിന് മാത്രമായി ഞാനൊരു ചെറിയ രൂപരേഖയായി ഇത് പറഞ്ഞെന്നേ ഉള്ളൂ. വീണ്ടും നമുക്ക് അടുത്ത ദിശയിൽ നിന്ന് വീക്ഷിക്കാം. കർത്താവായ യേശു ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാനാണ്. എന്താണ് ആ മഹാന്റെ പ്രത്യേകത? മരണം വിട്ട് ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ മരണം വിട്ടുയർത്തു വന്ന ഒരേ ഒരു മഹാനേ ഉള്ളൂ. ലോക ചരിത്രത്തിൽ നന്മ കൊണ്ടും തിന്മ കൊണ്ടും മനുഷ്യ മനസ്സിൽ ആഴങ്ങളിൽ രൂപം വരച്ച അനേക മഹാന്മാരുടെ ശവകുടീരങ്ങൾ ഇന്ന് അടഞ്ഞു കിടക്കുമ്പോൾ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ കല്ലറകളെ പിളർന്ന് എഴുന്നേറ്റ് വന്ന ഒരുവനുണ്ട്. അത് നസ്രേനായ യേശുവാണ്. അത് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവിന്റെ പുനരുത്ഥാനം ആത്മാവിൽ കണ്ടുകൊണ്ട് ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ കർത്താവായ യേശു ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാൻ. എന്താണ് അവന്റെ മഹത്വം? ഇന്ന് രാത്രി നമുക്ക് ആ ഭാഗത്തേക്ക് കടന്നു വരാം. കഴിഞ്ഞ രാത്രിയിൽ മശിഹായുടെ മരണം ഞാൻ പറഞ്ഞല്ലോ.
തമ്പുരാൻ ക്രൂശിൽ മരിച്ചു. ആകാശത്തിനും ഭൂമിക്കും മധ്യേ, ദൈവത്തിനും മനുഷ്യനും മധ്യേ, പാപത്തിനും നീതിക്കും മധ്യേ, ഇരുളിനും വെളിച്ചത്തിനും മധ്യേ, ന്യായപ്രമാണത്തിനും കൃപയ്ക്കും മധ്യേ നമ്മുടെ കർത്താവായ യേശു തൂക്കപ്പെട്ടു. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, കഴിഞ്ഞ രാത്രിയിൽ ക്രൂശീകരണത്തിന്റെ രൂപം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. റോമാക്കാരുടെ ശിക്ഷാ നടപടിയായിരുന്നു ക്രൂശീകരണം. എന്നാൽ യേശുവിന്റെ രണ്ട് കരങ്ങളും രണ്ട് ഭാഗത്തേക്ക് വെച്ചു. മശിഹ മനുഷ്യാവതാരം എടുത്തതാണ് ലോകത്തിൽ വരുന്നതിന് മുൻപ്. ഭക്തനായ ജോബ് ഒരിക്കൽ പറഞ്ഞു, ദൈവമേ, എന്നെയും നിന്നെയും തമ്മിൽ പറഞ്ഞു നിരപ്പിക്കേണ്ടതിന് ഞങ്ങൾക്കിടിവിൽ ഒരുവൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പാപത്താൽ മനുഷ്യൻ, പാപത്തിന്റെയും അന്ധകാരത്തിന്റെയും അടിത്തട്ടിൽ മനുഷ്യൻ കിടക്കുകയാണ്. നീതിയുടെയും വിശുദ്ധിയുടെയും സിംഹാസനത്തിൽ ദൈവം ഇരിക്കുകയാണ്. ദൈവം മനുഷ്യനെ പിടിക്കുവാൻ കരം നീട്ടുകയാണ്. മനുഷ്യൻ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് ഒഴുകുകയാണ്. ഇതാ ഇപ്പോൾ യേശു വരുന്നു. കർത്താവായ യേശു ക്രൂശിൽ മരിക്കുകയാണ്. അവന്റെ ഇടം കൈയും വലം കൈയും ക്രൂശിക്കപ്പെട്ടു. ആ വലം കൈയിൽ പിതാവിന്റെ കരം പിടിച്ചു, ഇടം കൈയിൽ മനുഷ്യന്റെ കരം പിടിച്ചു. പാപത്താൽ പർദീസ നഷ്ടപ്പെട്ട ശാപയോഗ്യനായ മനുഷ്യനെ സ്വർഗ കവാടം തുറന്നു കൊടുക്കുവാൻ ഒരു ഭാഗത്ത് നീതി കൊണ്ടും വിശുദ്ധി കൊണ്ടും ഉന്നതനായ പിതാവിന്റെ കരവും, മറുഭാഗത്ത് പാപം കൊണ്ടും അധർമ്മം കൊണ്ടും നശിച്ചുപോയ മനുഷ്യന്റെ കരവും, രണ്ട് കരങ്ങളും ചേർത്ത് പിടിച്ചു. ആ ക്രൂശ് മരണത്തിന്റെ അവസാന നിമിഷമായി അകന്നുപോയ മനുഷ്യന്റെ കരം ദൈവകരങ്ങളിലേക്ക് അടുത്തു വന്നു. അവസാന നിമിഷം യേശു ക്രിസ്തുവിൽ കൂടെ പിതാവായ ദൈവം മനുഷ്യന്റെ കരത്തിൽ പിടിച്ചു. മനുഷ്യ കരത്തിൽ പിടിക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ നീതിയുള്ള പരിശുദ്ധ പിതാവിന്റെ മുഖം ധ്യാനിച്ചുകൊണ്ട് യേശു പറഞ്ഞു, ഓൾ ഫിനിഷ്, എല്ലാം നിവർത്തിയായി, സകലതും നിവർത്തിയായി. പാപത്താൽ പർദീസ നഷ്ടപ്പെട്ട ശാപയോഗ്യനായ മനുഷ്യ, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇവിടെ തിരികെ കിട്ടുകയാണ്. അപ്പൊ രണ്ട് കരങ്ങളും കൂടെ ചേർത്ത് കുറെ കാലങ്ങൾക്ക് മുൻപ് ഞാനൊരു ഇംഗ്ലീഷുകാരൻ്റെ ചിത്രം കണ്ടു. എനിക്ക് വലിയ അത്ഭുതം തോന്നി. ആ ചിത്രം വെച്ചിരിക്കുന്ന വീട്ടുകാർക്ക് അതിൻ്റെ അർത്ഥം അറിഞ്ഞുകൂടാ. രണ്ട് കരം, ഒന്ന് ഒരു നരകത്തിൽ കിടക്കുന്ന ഒരു ഇരുണ്ട കരം ദയനീയമായി നീട്ടും. സ്വർഗത്തിൽ നിന്ന് ഹിമം പോലുള്ളൊരു കരം നീട്ടും. പക്ഷേ നീതി കൊണ്ടും വിശുദ്ധി കൊണ്ടും ഉന്നതനായ ദൈവത്തിന് അധർമ്മത്താലും പാപത്താലും നരകക്കുഴിയിൽ കിടക്കുന്നവനെ പിടിക്കാൻ ഒക്കുന്നില്ല. കൈ നീട്ടിക്കൊടുക്കുകയാണ്. അതിനിടയിൽ ആടുകളും യാഗപീഠവും പൗരോഹിത്യവും ന്യായപ്രമാണവും ഒക്കെ വന്നു. പക്ഷേ തമ്മിൽ അടുക്കുന്നില്ല. ഇതാ ഒരുവൻ വരുന്നു. ന്യായപ്രമാണത്താൽ ജഡത്തിന് രക്ഷയില്ലെന്നും സഹോദരൻ ശവക്കുഴി കാണാതെ വണ്ണം എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുക്കാൻ സാധ്യമല്ലെന്നും വേദം, വിശുദ്ധ ബൈബിൾ പറഞ്ഞപ്പോൾ അനന്ത നിത്യതയുടെ കവാടം തുറന്ന് ഇതാ ഒരുവൻ വരുന്നു. പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരികയാണ്. പിതാവിന്റെ ഹിതം പ്രകാരം ഗെത്സമന തുടങ്ങി ഗോൽഗോത്തായോളം പീഡനം അനുഭവിച്ച് കാൽവറി ക്രൂശിൽ യേശു മരിച്ചു. അപ്പോൾ ഒരു ഭാഗത്ത് മനുഷ്യന്റെ കരം, മറുഭാഗത്ത് ദൈവത്തിന്റെ കരം. ഇത് രണ്ടും കൂടെ ചേർന്ന് പിടിച്ചു. അതിനുശേഷമാണ് യേശു മരിച്ചത്. പൗലോസ് അതിനെക്കുറിച്ച് പറഞ്ഞു, വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞെന്നാ എഴുതിയിരിക്കുന്നു. പണ്ട് വേർപാടുണ്ടായിരുന്നു. പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതൊരു വലിയ നിത്യനിയമമാണ്. പുറംജാതിക്കാരന് അടുത്തു നോക്കാനൊക്കത്തില്ല. എന്നാൽ നമ്മുടെ യേശു മരിച്ചപ്പോൾ സംഭവിച്ചതെന്നറിയാമോ? മശിഹായെ വിസ്തരിക്കുമ്പോൾ കോവിഷ്യനായ പുരോഹിതൻ ക്രോധം നിമിത്തം തൻ്റെ പ്രമാണം മറന്ന് തൻ്റെ അങ്കി വലിച്ചു കീറി. മോശയ്ക്ക് ദൈവം സീനായിൽ പ്രമാണം കൊടുക്കുമ്പോൾ പറഞ്ഞു, അഭിഷേക തൈലം തലയിൽ ഒഴിക്കപ്പെട്ട ഒരു പുരോഹിതൻ തലമുടി പിച്ചിപ്പറിക്കുകയോ വസ്ത്രം വലിച്ചു കീറുകയോ ചെയ്യരുത്. നിത്യ നിയമമായി 1500ഓളം വർഷം എന്ന് പറഞ്ഞാൽ സീനായിൽ പ്രമാണം മേടിച്ച ദിവസം തുടങ്ങി മശിഹായെ വിസ്തരിക്കുന്ന ദിവസം വരെ ഇതാ പുരോഹിതൻ അംഗീകീറാതെ സൂക്ഷിച്ചു. എന്നാൽ പീലാത്തോസിന്റെ അരമനയിൽ നിന്ന് നീ ദൈവപുത്രനോ എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് വാക്കേശു പറഞ്ഞു. ക്ഷണത്തിൽ പുരോഹിതൻ ഉടുപ്പ് വലിച്ചു കീറി. ശ്രദ്ധിക്കുക, ഒന്നാമത്തേതിന് നീക്കി രണ്ടാമത്തേത് സ്ഥാപിപ്പാനാണ് യേശു വന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വസ്ത്രം വലിച്ചു കീറി യേശു പ്രാണനെ വിടുകയാണ്. എലോഹി എലോഹി ലമ്മ ശബദ്ധാനി എന്നലറുമ്പോൾ ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ തൊട്ടടിയോളം കയറി.
ഇസ്രായേൽ ചരിത്ര എഴുതി ചേർത്ത് ജോസിഫാസ് പറയുന്നത്, യേശു പ്രാണനെ വിടുമ്പോൾ ഭൂമി കുലുങ്ങി, ദേവാലയത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകി, പ്രാകാരത്തിൽ പണിതുയർത്തിയ യാഗപീഠം രണ്ടായി പിളർന്നുപോയി. ഇപ്പോൾ എന്താണ് യേശയ്യാ പറയുന്നത്? സകല ഭൂസീമ വാസികളും ആയുള്ളവരെ, നിങ്ങൾ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീൻ. ആര്യനും ദ്രാവിഡനും കറുത്തവനും വെളുത്തവനും ഇംഗ്ലീഷുകാരനും ഏഷ്യക്കാരനും എന്ന് വേണ്ട സകല ഭൂവാസികൾക്കും യേശു ക്രിസ്തുവിൽ കൂടെ രക്ഷയുണ്ട്. ആ രക്ഷയാണ് ഈ അന്ത്യകാലത്ത് നമുക്ക് കിട്ടിയത്. അതിൽ സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അങ്ങനെ നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹാ തമ്പുരാൻ ക്രൂശിൽ മരിച്ചു. ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. അപ്പൊ യേശുവിൻ്റെ ശിഷ്യന്മാർ പല ഭാഗങ്ങളായിരുന്നു. യേശുവിനോടൊപ്പം ശുശ്രൂഷയിൽ പങ്കാളികളായ ശിഷ്യന്മാരുണ്ട്. ഇനി യേശുവിൻ്റെ രഹസ്യ ശിഷ്യന്മാരുണ്ട്. കർത്താവായ യേശുവിൻ്റെ രഹസ്യ ശിഷ്യനിൽ ഒരാളാണ് അരിമത്യക്കാരനായ ജോസഫ്. ഇനി യേശുവിൻ്റെ മറ്റൊരു രഹസ്യ ശിഷ്യനാണ് യഹൂദ പ്രമാണിയായ നിക്കോദീമോസ്. ഇങ്ങനെ രണ്ടുപേരുണ്ടായി. യേശു ക്രൂശിൽ മരിച്ചു. യോഹന്നാൻ മാത്രമുണ്ട്. യേശുവിൻ്റെ അമ്മ മറിയം, പിന്നെ ഒരു മഗ്ദല മറിയം, പിന്നെ ഒന്നോ രണ്ടോ സ്ത്രീകൾ മാത്രം. സ്ത്രീകന്മാരെല്ലാം ഓടിപ്പോയി. യേശുവിനെ ക്രൂശിച്ചു. സന്ധ്യാസമയമായി. അടുത്ത ദിവസം ശബത്ത് ദിവസമാണ്. ശബത്ത് ദിവസം ബോഡി ക്രൂശിൽ കിടക്കാൻ പാടില്ല. നിക്കോദീമോസും അരിമത്യക്കാരനായ ജോസഫും ചേർന്ന് പീലാത്തോസിനെ കണ്ടു. ഇദ്ദേഹം ഒരു ജൂതനാണ്. ജൂതന്റെ ആചാരപ്രകാരം ബോഡി അടക്കാൻ വിട്ടുതരണം. അദ്ദേഹം ഉടനെ അനുമതി കൊടുത്തു. അവർ യേശുവിൻ്റെ കൈകാലുകളിലെ ആണികൾ ഊരി ശവശരീരം താഴെ ഇറക്കി അതിനാവശ്യമുള്ള യഹൂദന്റെ ശവസംസ്കാര രീതി അനുസരിച്ച് അടക്കുന്നതിനാവശ്യമുള്ള സുഗന്ധ വസ്തുക്കളും കൊണ്ട് ഇതാ യേശുവിനെ പണ്ട് കാണാൻ വന്നൊരു പ്രമാണിയുണ്ട്, പേര് നിക്കോദീമോസ് വന്നിരിക്കുക. ഇനി യേശുവിനൊരു ശവകുടീരം കൊടുക്കണം. എന്തു ചെയ്യും? ദൂതന്മാരുടെ ആരാധനപത്രമായ മശിഹാ താണലോകത്തിൽ വന്ന് സ്വന്തം തോളിൽ തലചായ്ച്ചു പ്രാണനെ വിടുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ യേശുവിൻ്റെ ശവശരീരം അടക്കം ചെയ്യണം. ആര് കൊടുത്തെന്നറിയാമോ? അരിമത്യക്കാരനായ ജോസഫ് ശവകുടീരം കൊടുത്തു. അപ്പൊ ഈ രണ്ട് ഭക്തന്മാരും കൂടെ ചേർന്ന് കർത്താവായ യേശുവിൻ്റെ ശവശരീരം യഹൂദന്റെ ആചാരപ്രകാരം അടക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യഹൂദന്റെ ആചാരപ്രകാരം ഈ ഡെഡ് ബോഡി അടക്കുകയാണ്. അപ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ്? യേശു ഉയർക്കുമോ ഇല്ലയോ എന്നൊരു ഒരു ടെൻഷൻ യഹൂദന്മാർക്കുണ്ട്. അവർ കൈസറെ കണ്ടിട്ട് പറഞ്ഞു, ഇവൻ ജീവിച്ചിരിക്കുമ്പോഴേ ഉയർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ദയവായി അവിടുന്ന് ഈ ശവകുടീരം സീൽ ചെയ്ത് മുദ്രയിട്ട് സൂക്ഷിക്കണം. യെസ്, പീലാത്തോസ് അനുമതി കൊടുത്തു. ലോകത്തെ കിടുകിട വിറപ്പിച്ച റോമൻ എംപയറിൻ്റെ സൈനികർ കാവൽ നിൽക്കുകയും റോമൻ സൈനികർ സീൽ ചെയ്യുകയും ചെയ്യും. യേശുവിൻ്റെ ശവം വെച്ചിരുന്ന സ്ഥലത്ത് ഒരു റൗണ്ട് പാറക്കഷ്ണം വെച്ച ശേഷം ചെയിൻ ഇടം വലം തറച്ച് അതിൽ കൈസർ സീൽ ചെയ്തിരിക്കുകയാണ്. റോമൻ എംപയറിൻ്റെ സീലാണ്. ഇനി അവരല്ലാതെ വേറെ ആർക്കും പൊട്ടിക്കാനൊക്കത്തില്ല. അപ്പോൾ അവിടെ 3 പേര് കാവൽ നിൽക്കുകയാണ്. അക്കാലത്തെ സന്നേന്ദ്ര സംഘം, പള്ളിയിലെ പോലീസുകാർ, അവർ കുറുവടിയും തൂമ്പാക്കൈയും വെട്ടോത്തിയുമായിട്ടൊക്കെ വന്ന് അവിടെ കാവലിരിക്കുകയാണ്. യേശുവിൻ്റെ ശരീരം ആരേലും കൊണ്ടുപോകുന്നുണ്ട്. രണ്ടാമത് റോമൻ ആർമികൾ, റോമിലെ ശക്തരായ സൈനികർ ആയുധം ധരിച്ച് ഇടം വലം ഇരിക്കുകയാണ്. മൂന്നാമത് അവിടെ സ്വർഗത്തിലെ സൈന്യത്തിൻ്റെ അധിപതിയായ മീഖായേലും അവൻ്റെ സഹപ്രവർത്തകരും കാവൽ നിൽക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ ശവശരീരം അവിടെ ഇരുന്നു. യേശുവിൻ്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോയി. മശിഹാ ജനിക്കുന്നതിന് മുൻപ് തന്നെ ഭക്തന്മാർ യാഗം അർപ്പിച്ചിരുന്നു. അവിടെ യേശു ജനിക്കും മുമ്പ് പ്രവാചകനായ സഖരിയാവ് പറഞ്ഞു, നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കാം. പ്രത്യാശയുള്ള ബദ്ധന്മാരെ നീ കോട്ടയിലേക്ക് കൊണ്ടുവരണം. കാലങ്ങൾ പലത് കടന്നുപോയി. മശിഹായുടെ ക്രൂശ് മരണത്തിൽ കണ്ടില്ലേ, ഇടത്തും വലത്തും 2 ദുഷ്പ്രവർത്തിക്കാരുണ്ടായിരുന്നു. ക്രൈസ്തവരെല്ലാം കൂടെ ചേർന്ന് വലത്തെ കള്ളനെയാണ് സ്വർഗത്തിൽ കയറ്റിയത്. എന്തോ ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ, അവൻ ക്ഷണനേരം കൊണ്ട് മനം തിരിഞ്ഞ് യേശുവിനെ നോക്കി. ഏതാനും നിമിഷത്തിനുള്ളിൽ നരകത്തിലേക്ക് ഒഴുകുന്ന അവൻ ക്ഷണത്തിൽ യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, കർത്താവേ എന്നെ കൂടെ ഒന്ന് ഓർക്കണമേ. ഇത്രയുമേ പറഞ്ഞുള്ളൂ. സംഭവം യാദൃശ്യമല്ല. 22-ാം സങ്കീർത്തനത്തിലെ പ്രവചനമാണ്.
22-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞു, അരിഷ്ടൻ നിന്നോട് നിലവിളിച്ചപ്പോൾ നീ മുഖം മറച്ചില്ലല്ലോ, നീ അപേക്ഷ കേൾക്കിയത്രേ ചെയ്തത്. അവരെൻ്റെ കൈകാലുകളെ തുളച്ചെന്നും എൻ്റെ അങ്കി ചീട്ടിട്ട് എടുത്തെന്നും വസ്ത്രം പകുത്തെന്നൊക്കെ പറഞ്ഞ ശേഷം അവിടെ പറയുകയാണ്, അരിഷ്ടൻ്റെ അരിഷ്ടത നീ നിരസിച്ചില്ല, നീ മുഖം മറച്ചില്ല, വിളിച്ചപ്പോൾ കേൾക്കിയത്രേ ചെയ്തത്. അവൻ ദയനീയമായി ചോദിച്ചു, കർത്താവേ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. യേശു ക്ഷണത്തിൽ ഇങ്ങനെ തിരിഞ്ഞു. യേശു പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം യേശു മരിച്ചു. റോമ പടയാളികൾ വന്നവൻ്റെ ആ ദുഷ്പ്രവൃത്തിക്കാരൻ്റെ മുട്ടിന് താഴെ ഗദ കൊണ്ടടിച്ച് ഒടിച്ച് അവനും മരിച്ചു. യേശു പാതാളത്തിലേക്ക് പോയി. യേശു പോയത് പാതാളത്തിലേക്കാണ്. എഫെസ്യ ലേഖനത്തിൽ പറയുന്നു, അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിൽ കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയില്ലയോ. യേശു പ്രാണനെ വിട്ടുടനെ തന്റെ ആത്മാവ് പാതാളത്തിലേക്ക് പോയി. എന്തിന്? മുൻഗാമികളായ ആദാമിന്റെ കാലം തുടങ്ങി മശിഹായുടെ കാലഘട്ടം വരെയുള്ള മനസാക്ഷികത്തിലെയും ന്യായപ്രമാണ യുഗത്തിലെയും നീതിമാന്മാർ മരിച്ച് അവർ അവിടെ വിശ്രമിക്കുകയാണ്. യേശുവിൻ്റെ പാതാള സന്ദർശനം കണ്ടിട്ട് ദാവീദ് ഒരു സങ്കീർത്തനത്തിൽ പാടിയിരിക്കും, നമുക്ക് കാണാം. സങ്കീർത്തനം ഇങ്ങനെയാണ്, പണ്ടേ ഉള്ള വാതിലുകളെ നിങ്ങൾ ഉണർന്നിരിപ്പീൻ, അടുത്തത് മഹത്വത്തിന്റെ രാജാവ് വരുന്നു. മറുഭാഗത്ത് ആരാണിവൻ? മഹത്വത്തിന്റെ രാജാവ് വരുന്നു. ഒന്ന് വായിക്കാം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള മക്കളെ ശ്രദ്ധിച്ചോണം. മശിഹാ തമ്പുരാൻ പ്രാണനെ വിട്ട് പാതാളത്തിലേക്ക് പോവുകയാണ്. ആത്മാവിനെ തൃക്കൈയിലേൽപ്പിക്കുന്നു. ശരീരം അരിമത്യക്കാരനായ ജോസഫ് ഏറ്റുവാങ്ങി. യഹൂദന്റെ ആചാരമനുസരിച്ച് ശീലയിൽ പൊതിഞ്ഞ് അടക്കം ചെയ്തു. റോമൻ സൈനികർ കാവൽ നിൽക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു പാതാളത്തിലേക്ക് പോയി. മനസാക്ഷികത്തിലെ നീതിമാന്മാർ, ന്യായപ്രമാണകത്തിലെ നീതിമാന്മാർ, ഇവരെ ഉദ്ധരിച്ചെടുക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു പാതാളത്തിൽ പോയി. യാക്കോബ സുറിയാനി സഭയിലെ മാണിക്കത്തനാർ എന്ന് പറയുന്ന ആ മഹാനായ പുരോഹിതൻ എഴുതിയിട്ടുള്ള മനോഹരമായ പാട്ടുകളിലൊന്ന് ദാവീദിൻ്റെ യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ ദാവീദ് തൻ്റെ പൊട്ടിപ്പറഞ്ഞ കിന്നരങ്ങളുടെ പൊട്ടിയ കമ്പിയൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് പാടി എന്നാണ് പറയുന്നത്. എന്താ പാടിയതാ? വായിച്ചേ. കതകുകളെ ഉയർന്നിരിപ്പീൻ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ തന്നെ. പാതാള സന്ദർശനത്തിലേക്ക് പോയ യേശു അവിടെയുള്ള ബദ്ധന്മാരെ പിടിച്ചു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ദാവീദ്, ദാനിയേൽ തുടങ്ങിയ ഭക്തന്മാരുടെ കരങ്ങളിൽ പിടിച്ച് അവൻ ഉയരത്തിലേക്ക് കയറി. വിശുദ്ധ പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു, അവൻ ബദ്ധന്മാരെ പിടിച്ച് ഉയരത്തിൽ കയറി അവർക്ക് മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്യുക. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. നമ്മുടെ കർത്താവായ യേശു ഉയർത്തും. ക്രിസ്ത്യാനിത്വത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകം യേശുവിൻ്റെ ഉയർപ്പാണ്. ഞാൻ പറഞ്ഞല്ലോ, ലോക ചരിത്രത്തിലെ മഹാന്മാരുടെ ദിശയിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശുവിനെ വീക്ഷിക്കുമ്പോൾ, ലോകത്തിലെ മഹാന്മാരുടെ ശവകുടീരങ്ങൾ അടഞ്ഞു കിടക്കുമ്പോൾ, ഇതാ റോമൻ എംപയറിന്റെ ചങ്ങലകളെ പൊട്ടിച്ചുകൊണ്ട് മരണം വിട്ട് ഉയർത്തു വന്ന ഒരു മഹിമയുടെ രാജാവുണ്ട്. മരിച്ചവരിൽ ആദ്യജാതനായവൻ, അത് നസ്രേനായ യേശുവാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പോൾ യേശു ഉയർത്തു. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്താവിഷയം അതാണ്. ഞാൻ കുറേ തിരുവെഴുത്തുകളുടെ വാക്യങ്ങൾ പറയാം, എല്ലാം വായിപ്പാൻ സമയം പോരാ. യേശു മരണം വിട്ട് ഉയർത്തു. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തു. 4 സുവിശേഷകർ ഈ രംഗം 4 ദിശകളിൽ നിന്നാണ് വീക്ഷിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 4 തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങൾ നിർത്തി ദയവായി വായിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 4 തുടങ്ങി 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. അടുത്തത്, അവർ ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുമ്പോൾ
അവർ അവരോട് നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അടുത്തത്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ശ്രദ്ധിക്കുക, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ജീവനോടിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവർക്കിടയിൽ അന്വേഷിക്കുന്നത് എന്ത്? യേശു മരിച്ചു. യേശു ഏറ്റുപറയുന്ന ഭാഗം നമുക്ക് താഴേക്ക് നോക്കാം. ഇനി അടുത്ത സുവിശേഷകൻ എന്തു പറയുന്നു? മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ ദയവായി വായിച്ചാൽ. മർക്കോസിന്റെ സുവിശേഷം 16-ന്റെ 5ഉം 6ഉം അവർ കല്ലറയ്ക്കൽ കടന്നപ്പോൾ വെള്ള നിലയങ്കി ധരിച്ച ഒരു ബാല്യക്കാരൻ വലത്തുഭാഗത്ത് ഇരിക്കുന്നത് കണ്ട് ഭ്രമിച്ചു. അടുത്തത്, അവൻ അവരോട് ഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദൂതന്മാർ പറയുന്നതാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനത്തിങ്കൽ മശിഹായുടെ കല്ലറ തേടി ചെല്ലുന്ന സാധുക്കളായ സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ അവനെ മരിച്ചവർക്കിടയിൽ അന്വേഷിക്കുന്നത് എന്ത്? അവൻ ഉയർത്തെഴുന്നേറ്റു. വീണ്ടും അടുത്ത സുവിശേഷകൻ പറയുകയാണ്, ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അന്വേഷിക്കുന്നുവോ? അവൻ ഉയർത്തിരിക്കുന്നു. അടുത്ത സുവിശേഷകൻ എന്തു പറയുന്നു? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 5-ാം വാക്യം വായിച്ചാൽ, ദൂതൻ സ്ത്രീകളോട് ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അടുത്തത്, അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ശ്രദ്ധിക്കുക, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ക്രൈസ്തവരുടെ വിശ്വാസ പ്രമാണം ഇതാണ്. പക്ഷെ ഇസ്ലാമിക പ്രമാണം അനുസരിച്ച് യേശു ക്രൂശിക്കപ്പെട്ടില്ല. അപ്പൊ നമുക്കത് അംഗീകരിക്കാൻ ഒക്കത്തില്ല. കാരണം ബൈബിൾ വ്യക്തമായി പറയുന്നു, യേശു ക്രൂശിക്കപ്പെട്ടു, യേശു ഉയർത്തു. തൻ്റെ സഹസഞ്ചാരികളുടെ പ്രസംഗം ഇനി നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ അപ്പോസ്തലന്മാരിൽ അഗ്രഗണ്യനായ വിശുദ്ധ പത്രോസ് ശ്ലീഹ പെന്തക്കോസ്ത് നാളിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്, അല്ലയോ യഹൂദന്മാരെ, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന കർത്താവായ യേശുവിനെ പിതാവായ ദൈവം ഉയർപ്പിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. വായിച്ചാട്ട്, നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിര നിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. അടുത്തത്, ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൂതൻ പറയുന്നു, ക്രൂശിച്ചു കൊന്ന നസ്രേനായ യേശു ഉയർത്തും. യേശുവിനെ അനുഗമിച്ച സ്ലീഹനായ പത്രോസ് പറയുന്നു, നിങ്ങൾ ക്രൂശിച്ചു വന്ന യേശുവിനെ പിതാവായി ദൈവം ഉയർപ്പിച്ചു. പിൻഗാമികളിൽ അപ്പോസ്തലന്മാരിൽ ശ്രേഷ്ഠനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, തിരുവെഴുത്തും പ്രകാരം അവൻ ക്രൂശിക്കപ്പെട്ടു, തിരുവെഴുത്തും പ്രകാരം അവൻ ഉയർത്തു. വായിച്ചാട്ട്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ച് അടക്കപ്പെട്ട് മക്കളെ ശ്രദ്ധിക്കുക, ക്രിസ്തു തിരുവെഴുത്തും പ്രകാരമാണ് മരിച്ചത്. അതിന്റെ അർത്ഥം എന്താണ്? പുരാതന കാലത്തെ പ്രവാചകന്മാരുടെ തിരുവെഴുത്തുകളിൽ യേശു മരിക്കുമെന്ന് എഴുതിയിട്ടുണ്ട്. തിരുവെഴുത്തും പ്രകാരം മരിച്ചു, തിരുവെഴുത്തും പ്രകാരം അടക്കപ്പെട്ടു. അടുത്ത വരിയിൽ തിരുവെഴുത്തും പ്രകാരം അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ യേശു ഉയർത്തു. മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തത് യേശുവാണ്. പോകട്ടെ, ഇനി നമുക്ക് നമ്മുടെ കർത്താവായ യേശു പറയുന്നൊരു വാക്കുണ്ട്. AD 90-96 കാലയളവിൽ ഡൊമേഷ്യൻ എന്ന റോമൻ ചക്രവർത്തിയാൽ സുവിശേഷ വിരോധികളാൽ പീഡനം ഏറ്റുകൊണ്ട് പത്മോസ് എന്ന ദ്വീപിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന വയോധ്യനായ യോഹന്നാന്റെ അടുക്കൽ യേശു പ്രത്യക്ഷപ്പെട്ടു. യേശുവിന്റെ ഒരു പ്രത്യക്ഷത അവിടെ കാണാം. യേശുവിന്റെ സഹസഞ്ചാരിയാണ് ഈ യോഹന്നാൻ. യേശു പ്രാണനെ വിടുമ്പോൾ തൻ്റെ അമ്മയെ നോക്കുവാനുള്ള ദൗത്യം ഏൽപ്പിച്ചത് ഈ യോഹന്നാനെ ആയിരുന്നു. കാലങ്ങൾ പലത് കടന്നുപോയി. യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു.
ആ ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിനത്തിങ്കൽ യോഹന്നാൻ ഒരു ശബ്ദം കേട്ടു. യോഹന്നാൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ യോഹന്നാൻ യേശുവിനെ കാണുകയാണ്. യോഹന്നാൻ വയോധ്യനായ യോഹന്നാൻ ഭയപ്പെട്ടു. യോഹന്നാൻ പറയുന്നു, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ്. അവന്റെ തലയും തലമുടി നാരും ഹിമം പോലെ വെളുത്തിരിക്കുന്നു. അവന്റെ കണ്ണുകൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളാണ്. അവന്റെ കാലുകൾ വെള്ളോടിന് സദൃശ്യമാണ്. അവനൊരു നിലയങ്കി ധരിച്ചിരിക്കുകയാണ്. മാറത്തു പൊൻകച്ച കെട്ടിക്കൊണ്ട് കത്തി ജ്വലിക്കുന്ന നിലവിളക്കിന്റെ ഇടയിൽ കൂടെ അവൻ നടക്കുകയാണ്. യോഹന്നാൻ അവനെ കണ്ടിട്ട് കാൽക്കൽ വീണു. യേശു അടുക്കൽ വന്നു, യോഹന്നാനെ ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നു. ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മുകളിൽ സകല മകന്മാരും മരണമെന്ന പ്രതിഭാസത്തിന് കീഴടങ്ങിയപ്പോൾ ഞാൻ മരിച്ചവനാണ്, എന്നാൽ ഞാൻ ജീവിക്കുന്നെന്ന് പറയുവാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ നാം സേവിച്ചു വരുന്ന നസ്രേനായ യേശുവാണ്. അതിൽ സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ യേശു മരണം വിട്ട് ഉയർത്തും. അവൻ പിതാവിന്റെ അടുക്കലേക്ക് പോയി. പിതാവ് അവനെ വലത്തുഭാഗത്ത് സിയോനിൽ രാജാവാക്കി. എല്ലാം വിശദമായി ചിന്തിച്ചു പോകുവാൻ നമുക്ക് സമയം പോരാ. അപ്പോൾ മഹാന്മാരുടെ വീക്ഷണത്തിൽ നിന്ന് നാം വീക്ഷിച്ചപ്പോൾ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാൻ കർത്താവായ യേശുവാണ്. കാരണം യേശു പറയുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ അല്ലേ 1-ാം അധ്യായം 12 തുടങ്ങി 18 വരെയുള്ള വാക്യങ്ങൾ വീടുകളിൽ പോയി വായിച്ചാട്ട്. യേശുവിൻ്റെ പ്രത്യക്ഷതയിൽ യോഹന്നാൻ ഭയപ്പെട്ടു പോയി. അപ്പോൾ യോഹന്നാന്റെ അടുക്കൽ ചെന്ന് പഴയ സ്നേഹത്തിൽ തന്നെ പതുക്കെ തോളത്തൊന്ന് കൊട്ടിട്ട് പറയാ, യോഹന്നാനെ ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനാണ്. എലോഹി എലോഹി ലമ്മ ശബദ്ധാനി എന്നലറി പ്രാണൻ വിടുന്നതും ആ ക്രൂശിൽ നിന്ന് ശവമിറക്കി അടക്കം ചെയ്യുന്നതും ഈ യോഹന്നാൻ നേരിട്ട് കണ്ടതാണ്. യോഹന്നാനോട് പറയാ, ഞാൻ മരിച്ചവനായിരുന്നു യോഹന്നാൻ, പക്ഷെ ഇപ്പോൾ ഞാൻ ജീവിക്കുന്നു. പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ എൻ്റെ പക്കലും. ആരാണ് യേശു? അവൻ മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തവനാണ്. അവൻ ഭൂരാജാക്കന്മാരുടെ അധിപതിയാണ്. അവൻ കർത്താതി കർത്താവും രാജാതി രാജാവുമാണ്. യേശു ഇന്നും ജീവിക്കുന്നു. യേശു ജീവിക്കുന്നതുകൊണ്ട് നാമും ജീവിക്കുന്നു. അതുകൊണ്ടാണ് ഭക്തന്മാർ പാടിയത്, സിയോൻ മക്കളെ നിങ്ങൾ നിങ്ങളുടെ രാജാവിൽ ആനന്ദിപ്പീൻ. യേശു സിയോനിലെ രാജാവാണ്. അതിൽ സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഒരു ദിശയിൽ നിന്ന്, മഹാന്മാരുടെ ദിശയിൽ നിന്ന് വീക്ഷിച്ചപ്പോൾ ലോകം കണ്ട സകല മഹാന്മാരിലും വലിയവൻ യേശുവാണ്. അല്ലെന്നൊന്നും ആർക്കും പറയാൻ സാധ്യമല്ല സഹോദരങ്ങളെ. ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. അടുത്ത ദിശയിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ ഒരു രക്ഷിക്കപ്പെട്ട പാപിയോടുള്ള യേശുവിൻ്റെ ബന്ധം എന്താണ്? ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച്, നിത്യരക്ഷയുടെ കാരണഭൂതനായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു സാധുവായ മനുഷ്യന് യേശു ആരായിരിക്കും? നമ്മൾ യേശു കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക. യഹൂദന്മാരെ ഏറ്റവും പ്രാധാന്യമായി പഠിപ്പിച്ചിരുന്നത് 1-ാം സങ്കീർത്തനമാണ്. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതേ എന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ക്രൈസ്തവർ പൊതുവെ കുഞ്ഞുങ്ങളെ 23-ാം സങ്കീർത്തനമാണ് പഠിപ്പിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടില്ലേ, യഹോവ എൻ്റെ ഇടയനാണ്, എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് ബാല്യപ്രായം എന്ന് പറയാനൊക്കത്തില്ല. അതിനു മുൻപ് തന്നെ പറയുന്ന കുഞ്ഞുങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്. കുഞ്ഞു മനസ്സിൽ മാതാപിതാക്കന്മാർ യേശു ഇടയനാന്നുള്ള രൂപം വരച്ചു കൊടുക്കും. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകാം. ദൈവസന്നിധിയിൽ, ദൈവ സാന്നിധ്യത്തിൽ തന്നെ നമുക്കായിരിക്കാം. അടുത്തതായി ഒരു പാപി രക്ഷിക്കപ്പെട്ട് നീതിക്ക് അവകാശിയായി തീർന്നു. അവന് യേശു ആരാണ്? ആ വീക്ഷണത്തിൽ നമുക്ക് നോക്കാം. യേശു നമ്മുടെ ആരാണ്? ശ്രദ്ധിക്കുക സഹോദരങ്ങളെ. ഇന്ന് രാത്രി നിങ്ങൾ സ്വർഗത്തിൽ പോയാൽ നിങ്ങളോട് ദൈവവചനം പ്രസംഗിക്കുന്ന, എൻ്റെ പേര് ബ്രദർ ജോസ്. ബ്രദർ ജോസ് ആരാണ്? പ്രസംഗം കേൾക്കുന്ന ശ്രോതാക്കളായ നിങ്ങൾ ആരാണെന്ന് സ്വർഗത്തിൽ അറിയണ്ട. അല്ലെ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ബ്രദർ ബാബുവോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ബ്രദർ പോൾരാജോ ഇവരാരാണെന്ന് സ്വർഗത്തിലെ ദൂതന്മാർക്ക് അറിയണം. ഞാൻ ആരാണ്, അദ്ദേഹം ആരാണെന്ന് സ്വർഗത്തിലെ അറിയണ്ട. കാരണം എന്താ? ഞാനും അദ്ദേഹവും ആദാമ്യ വംശത്തിൽ, നന്മ വസിക്കാത്ത ജഡത്തിൽ, പാപം നിറഞ്ഞ ലോകത്തിൽ ജന്മനാൽ പാപിയാണ്. പാപം ചെയ്തു പാപിയായ ഒരേ ഒരുവനേ ഉള്ളൂ. അത് നമ്മുടെ വല്യപ്പച്ചൻ ആദാമാണ്.
ആദാം മാത്രമേ പാപം ചെയ്തു പാപിയായുള്ളൂ. നമ്മളൊക്കെ പാപത്തിൽ ജനിച്ചേച്ചു പാപം ചെയ്യുക. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അങ്ങേരങ്ങനല്ല. അങ്ങേര് പാപമില്ലാത്ത മനുഷ്യനാണ്. ഭാര്യ പറയുന്നത് കേട്ടുകൊണ്ട് വലിച്ചു വാരി തിന്നാൻ പോയി ഈ പരുവായി പോയതാണ്. അതാണ് പറ്റിയത്. പക്ഷെ നമ്മളതല്ല. നാഥാൻ എന്നൊരു പ്രവാചകൻ ദാവീദ് എന്ന രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ദാവീദ് കാട്ടിക്കൂട്ടിയ പ്രാകൃതത്തിൻ്റെ ചിത്രം വരച്ചപ്പോൾ രാജവസ്ത്രം വലിച്ചു കീറി യഹോവയുടെ സിംഹാസനത്തിൻ്റെ മുമ്പിൽ വീണുകൊണ്ട് പറഞ്ഞു, അയ്യോ, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചേ. ഒരമ്മയുടെ ഉദരത്തിൽ ഒരു ജീവന്റെ തുടിപ്പ് കുടികൊള്ളുമ്പോൾ തന്നെ അശുദ്ധപ്പെട്ട ഉറവയിൽ നിന്ന് പുറപ്പെട്ടതെല്ലാം അശുദ്ധമാണ്. ആകയാൽ പാപം ചെയ്തു പാപിയായ ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ, അത് ആദാമാണ്. അപ്പൊ നമ്മൾ പാപത്തിൽ ജനിച്ചു, കൂട്ടത്തിൽ പാപവും കൂടെ ചെയ്തു. അതാണ്. ആദാമിന് ജന്മപാപമില്ല, നമുക്കെല്ലാവർക്കും ജന്മപാപവും. അതാണ്. ആദാമിന് ജന്മപാപമില്ല, നമുക്കൊക്കെ ജന്മപാപവും. ഈ ജന്മപാപത്തിൻ്റെ അടയാളമാണ് നമ്മുടെ വയറ്റിൽ പുക്കിൾക്കൊടിയുടെ ഒരു രൂപം ദൈവം വെച്ചിരിക്കുന്നത്. ആ വംശപാരമ്പര്യം നീ മറക്കരുതേ, ഓർമ്മയിൽ എഴുതി സൂക്ഷിക്കുക. കാര്യം, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ഒരമ്മയുടെ ഉദരത്തിൽ ജീവന്റെ തുടിപ്പ് കുടികൊള്ളുമ്പോൾ തന്നെ അത് പാപത്തിലെന്ന് ബൈബിൾ പറയുകയാണ്. അപ്പം നമ്മളൊക്കെ ജന്മഭാവമുള്ളവരാണ്. അപ്പോൾ സ്വർഗത്തിൽ ചെന്നേച്ച് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ആലപ്പുഴയിൽ ശുശ്രൂഷയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ ബാബു മാമനല്ലേ, ഈ മാമച്ചനെ എന്താണ് കർത്താവെന്ന് ചോദിച്ചാൽ ദൈവം ദൂതം പറയും മാമച്ചനേതാ ജോസേതാന്ന് അറിയത്തില്ല. അപ്പൊ സ്വർഗത്തില് ഞാൻ ആരാണ്, അദ്ദേഹം ആരാണെന്ന് അറിയണ്ട. പകരം സ്വർഗത്തിൽ അറിയേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ച യേശു എന്റെയും ബഹുമാനപ്പെട്ട ബ്രദർ ബാബുവിൻ്റെയും ആരാണെന്നുള്ളത് അറിയണം. ഇപ്പൊ ഞാൻ ആരാണെന്ന് അറിയണ്ട, പകരം യേശു എനിക്കാരാണെന്നൊന്ന് അറിയാം. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒക്കുമെന്ന് ഞാൻ തോന്നുന്നു. ശുദ്ധമായ ഭാഷയിലാണ് പറയുന്നത്. ആരും ഉറങ്ങരുത്. ചെറിയ തണുപ്പുള്ളതുകൊണ്ട് പലരും ഉറങ്ങിത്തുടങ്ങി. വേണ്ടത്ര ബാക്കിൽ വെട്ടമില്ലാത്തതുകൊണ്ട് കാണാനൊക്കത്തില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പം ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, നിങ്ങൾ ധനവാനാണോ ദരിദ്രനാണോ കറുത്തവനാണോ വെളുത്തവനാണോ ആര്യനാണോ ദ്രാവിഡനാണോ ഇന്ത്യക്കാരനാണോ ആഫ്രിക്കക്കാരനോ, ഇതും ദൈവത്തിന് അറിയത്തില്ല. നമുക്ക് ആരാണ്ടൊക്കെ മണ്ടത്തരം പറഞ്ഞു തന്നിട്ടുണ്ട്, ദൈവത്തിന് അറിയാതെ ഇല്ല സഹോദരങ്ങളെ. യേശു ലോകത്തിൻ്റെ രക്ഷിതാവാണ്. ഇപ്പം ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ ഞാൻ ആരാണെന്നൊന്നും അറിയണ്ട. വാതുക്ക നിൽക്കുന്ന ദൂതൻ ചോദിക്കും, മിസ്റ്റർ ജോസ്, യേശു നിന്റെ ആരാണ്? ഇപ്പം നമ്മളെന്തോ പറയും? ഒരു പാപി രക്ഷിക്കപ്പെട്ട നീതിയുടെ മാർഗത്തിൽ വരുമ്പോൾ അവൻ്റെ പേര് എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? രക്ഷിക്കപ്പെട്ടതിന് ഓർമ്മയുള്ളവരുണ്ടോ? പോട്ടെ, രക്ഷിക്കപ്പെട്ടവരാണോ? അതാണ് വഴി. കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് നമ്മൾ രക്ഷിക്കപ്പെടണം. ഈ രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഒന്ന്, നീതിമാന്മാരുടെ ഗണത്തിൽ നിങ്ങളുടെ പേരെഴുതും. 2, മനോഹര ദേശത്ത് നിങ്ങൾ കളവുനൂല് വീഴും. 3, നിങ്ങളുടെ എല്ലാ വഴികളിലും കാക്കുവാൻ ഒരു ദൂതനോട് പിതാവ് കൽപ്പിക്കും. 4, പാമ്പുകളെയും തേളുകളെയും സാത്താന്റെ സർവായുധ വർഗത്തെയും ചവിട്ടാനുള്ള അധികാരം കൊടുക്കും. അനന്തരം എന്ത് ചെയ്യുന്നറിയാമോ? നിങ്ങൾക്കൊരു ട്രാവലിംഗ് ഗൈഡ് മാർക്ക് ചെയ്ത് തരും. അതിനകത്ത് കഷ്ടരാത്രികൾ, വ്യർത്ഥമാസങ്ങൾ, അനർത്ഥങ്ങളുടെ സംവത്സരങ്ങളൊക്കെ ഉണ്ട് സഹോദരങ്ങളെ. നന്നായിട്ട് അറിഞ്ഞാട്ടെ, ചിലർക്ക് ഇത് അറിയത്തില്ല. കഷ്ടരാത്രികളും വ്യർത്ഥമാസങ്ങളും അനർത്ഥങ്ങളുടെ സംവത്സരങ്ങളും ഒക്കെ മാർക്ക് ചെയ്ത ശേഷം പിതാവായ ദൈവം ദൂതൻ്റെ കൊടുക്കും. എന്നിട്ട് അദ്ദേഹത്തോട് എന്തു പറഞ്ഞു? ഇവൻ്റെ എല്ലാ വഴികളിലും നീ ഇവനെ കാത്തോണം. ഓൾ വേ, എല്ലാ വഴികളിലും. ഉണ്ണുമ്പോൾ, ഉറങ്ങുമ്പോൾ, കാർ ഓടിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, എനിവേ ഇവൻ എവിടെയായിരുന്നാലും, തീയിൽ കൂടെ പോകുമ്പോൾ, വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ, മല കയറുമ്പോൾ, താഴ്വരയിലാകുമ്പോൾ, ഇവൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും വെളിച്ചത്തിലും ഇരുളിലും നീ ഇവനോടൊപ്പം കാണണം. അദ്ദേഹം ഫെയ്ത്ത്ഫുൾ ഏഞ്ചലിനാണ്, വിശ്വസ്തനായ ദൂതനാണ്. അദ്ദേഹം ഫുൾ ടൈം നമ്മുടെ റൈറ്റ് സൈഡിലുണ്ട് കേട്ടോ. എന്തിനാ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത്? നമ്മൾ നടക്കുമ്പോൾ ആദ്യം കാലെടുത്ത് വെക്കുന്ന ഏതാ? കോട്ടയം പട്ടണത്തിൽ ഇടതുകാല് മുമ്പിൽ വെച്ച് നടക്കുന്നവരുണ്ടെന്ന് കൈപൊക്കാമോ? ആരാണ്ടൊക്കെ കൈപൊക്കുന്നു. ചിലരെന്ത് കേട്ടാലും കൈപൊക്കിക്കളയും. പോട്ടെ, അങ്ങോട്ട് നമുക്ക് പോകണ്ട. അപ്പം നമ്മളാരും ഇടതുകാല് ഇത് വെച്ചല്ല നടക്കുക, നമ്മൾ വലതുകാല. അപ്പം നമ്മുടെ റൈറ്റ് സൈഡിലുണ്ട് ദൂത്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അന്നാണ് എനിക്കിതിൻ്റെ ആഴം മനസ്സിലായത്. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ ദൂതനോട് കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? ശ്രദ്ധിക്കുക, രക്ഷിക്കപ്പെടുമ്പോൾ നീതിമാന്മാരുടെ ഗണത്തിൽ നിങ്ങളുടെ പേരെഴുതും. 2, മനോഹര ദേശത്തെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങൾ കളവ് നൂല് വീഴും. നിങ്ങളുടെ എല്ലാ വഴികളിലും കാക്കുവാൻ നിങ്ങളുടെ പിതാവ് ഒരു ദൂതനോട് കൽപ്പിക്കും. അതിനുപരി പാമ്പുകളെയും തേളുകളെയും സാത്താൻ്റെ സർവായുധ വർഗത്തെയും ചവിട്ടാനുള്ള അധികാരം തരും. എല്ലാറ്റിനുപരി ഒരു ട്രാവലിംഗ് ഗൈഡ് മാർക്ക് ചെയ്ത് ദൂതൻ്റെ കൊടുക്കും. അതുകൊണ്ടാണ് ഒരിക്കൽ ദൈവം മോശയോട് പറയാണ്, മുമ്പോട്ട് പോ. മോശ എങ്ങോട്ടും മുമ്പോട്ട് പോകാൻ
മോശ വിഷമിച്ചു പോയി. 80ഓളം വയസ്സുള്ള വയോധനല്ലേ. ആട് മേയ്ക്കും കാലത്ത് ദൈവം പിടിച്ചുകൊണ്ട് വന്ന് തന്നെ ഇസ്രായേലിനെ വിടുവിപ്പാൻ അയച്ചതാണ്. ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു. മുമ്പിൽ ചെങ്കടൽ, പുറകിൽ ഇരുമ്പ് രഥവുമായി ഫറവോന്റെ സൈന്യം. രണ്ടിടത്തും ആകാശത്തോളം നിൽക്കുന്ന പാറക്കെട്ടുകൾ. എങ്ങനെ കയറാനാ? ഇല്ല, മാവോ തെങ്ങൊക്കെ കയറി പരിചയം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പാറ വലിഞ്ഞു കയറാം. യുവന്മാർക്ക് ആ പരിചയവും ഇല്ല. അവിടെ ചള്ളക്കുഴിയിൽ കിടന്ന് ചവിട്ടിക്കൊഴിച്ച് ഇഷ്ടി ഉണ്ടാക്കിയ പരിചയമുള്ളൂ. നേരെ ജോന് ഓടാൻ പോലും അറിയത്തില്ല. എന്തോ ചെയ്യും? ചെങ്കടൽ മുമ്പിൽ, പുറകിൽ ഫറവോന്റെ സൈന്യം, രണ്ട് സൈഡിലും പാറക്കെട്ട. ദൈവം മോശയോട് പറയുന്നു, മോസസ് മുമ്പോട്ട് പോകും. പിന്നെയും കേൾക്കാം, മോസസ് മുമ്പോട്ട് പോകും. മോശ എങ്ങോട്ട് പോകണം? മോശ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. മോസസ് വീണ്ടും വിളിക്കുന്നു, മുമ്പോട്ട് പോകും. മുമ്പോട്ട് എങ്ങനെ പോകും? 1.5 മൈൽ ആഴമുള്ള ചെങ്കടൽ കലങ്ങി മറിയുന്നതിനിടയിൽ മുമ്പോട്ട് പോകണമെന്നോ? മോശ അമ്പരന്നു പോയി. ദൈവത്തിൻ്റെ പദ്ധതി അഗോചരമാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, നിനക്കുള്ള ദൈവത്തിൻ്റെ കരുതലുകൾ അഗോചരമാണ്. ശത്രുവിൻ്റെ ആരവം കെട്ട് നീ പേടിക്കരുത്. കടൽ തിര കണ്ട് നീ പേടിക്കരുത്. നിന്നെ വീണ്ടെടുത്തപ്പോൾ നിന്നെ നടത്തുവാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ നിന്ന് കുഞ്ഞാടിനെ നിണത്താൽ രക്ഷ പ്രാപിച്ച 22 ലക്ഷം ജനത്തെയും മറുകരയിൽ കൊണ്ടുപോകുവാൻ ഈ കലങ്ങി മറിയുന്ന സമുദ്രത്തിന്റെ നടുവിൽ ഒരു നാഷണൽ ഹൈവേ ഉണ്ടെന്ന് മോശ അറിഞ്ഞില്ല. മോശ അമ്പരന്നു പോയി. അതുകൊണ്ടാണ് പിന്നീട് മോശ പറഞ്ഞത്, നിന്റെ വഴികൾ എന്നെ ഒന്ന് അറിയിക്കണമേ. അറിയിച്ചില്ലെങ്കിൽ ഇടറിപ്പോകും. മോശ ഇടറിപ്പോയി. ദൈവത്തിന്റെ കരുതലുകൾ അഗോചരമല്ലേ? മോശ കരങ്ങൾ നീട്ടിപ്പിടിച്ചു, വടി നീട്ടിപ്പിടിച്ചു. ഇതാ കാറ്റടിച്ചു. നോക്കുക, 22 ലക്ഷം ജനം അവരുടെ ആടുമാടുകളോടുകൂടെ ഒറ്റ രാത്രി കൊണ്ട് മറുകരയിൽ കടക്കത്തക്ക രീതിയിൽ ആഴമേറിയ ചെങ്കടലിന് നടുവിൽ ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു ഹൈവേ ഉണ്ട്. കുഞ്ഞാടിനെ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലേ, നിനക്ക് വേണ്ടിയുള്ള കരുതലുകൾ അത് അഗോചരമാണ്. നീ മുൻപോട്ട് പോകുക, മുൻപോട്ട് പോകുക. ദൈവം നിന്നോട് കൂടെയുണ്ട്. വിളിക്കുന്ന ദൈവം വിശ്വസ്തൻ, രക്ഷിച്ച ദൈവം വിശ്വസ്തൻ, വീണ്ടെടുത്ത ദൈവം വിശ്വസ്തൻ. അവൻ തീക്കൽ പാറയിൽ നിന്നെയും തീക്കൽ പാറയിൽ നിന്ന് തേനും സമുദ്ര മധ്യേ വഴിയും ദൂതന്മാരെ ആഹാരവും തന്ന് വാഗ്ദത്ത കനാലിൽ എന്നെ കൊണ്ടുപോയി എത്തിക്കും. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ട് അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന്റെ മുഖം ധ്യാനിച്ചുകൊണ്ട് വചനം അങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ട് ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പൊ ദൈവത്തിന്റെ കരുതലുകളൊക്കെ അഗോചരമാണ്. ദൈവം തമ്പുരാൻ ലാസ്റ്റിലേ ചെയ്യത്തുള്ളൂ. അത്രയൊക്കെ അടുത്ത് സ്നേഹിതരായാൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞെന്ന് വരും. നമ്മളങ്ങനെയുള്ളവരല്ലല്ലോ. നമ്മൾ നമ്മുടെ സ്വന്തം വഴിക്ക് പോകും. ഗതികേട് വരുമ്പം ദൈവത്തെ കയറി പിടിക്കും. കണ്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള ചില ദൈവമക്കൾ തന്നെയുണ്ട്. എന്തെങ്കിലുമൊക്കെ ഊരാക്കുരുക്കിൽ പെട്ട് കഴിയുമ്പോൾ പാസ് എന്തിയേ, കൊച്ചപ്പച്ചൻ എന്തിയേ, വല്യപ്പച്ചൻ എന്തിയേ. എടാ, ഈ കുരുക്കി ചാടാൻ പോയപ്പോൾ പാസ്റ്റർമാരുണ്ടായിരുന്നു. അവർ കാനഡയിലും മെക്സിക്കോയിലും അല്ല. ഒന്ന് ചോദിച്ചേച്ച് പോയിക്കൂടെ? അത് ചെയ്യത്തില്ല. പദ്ധതി ജയിച്ചാൽ മിണ്ടത്തില്ല. കണ്ടിട്ടില്ല? ബിസിനസ് ലാഭമാണെങ്കിൽ മിണ്ടത്തില്ല. ബിസിനസ് പൊട്ടിപ്പോയെങ്കിൽ അവൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും. ശരി. അപ്പം ഇത് മോശ അതിന് അഡ്വാൻസ് പറഞ്ഞെന്നറിയാം. പ്ലീസ് ദയവായി നിന്റെ വഴി എന്നെ അറിയിക്കണമേ, ഇല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും. മുമ്പോട്ട് പോകും, മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഈ കലങ്ങി മറിയുന്ന ചെങ്കടലിൻ്റെ അടിയിൽ ഒരു വഴി കിടപ്പുണ്ടെന്ന് മോശയ്ക്ക് റിസർച്ച് ചെയ്യാൻ നോക്കുമോ? ഒന്നും നടക്കത്തില്ല. ദൈവത്തിൻ്റെ കരുതൽ അഗോചരം. വിളിച്ച ദൈവം വിശ്വസ്തനാണ് കേട്ടോ. അവൻ നമ്മളെ വഴിയിലൊന്നും തള്ളിക്കളയുന്ന ദൈവമല്ല. നമ്മുടെ മറുവില യേശുവിൻ്റെ പരിശുദ്ധ രക്തമാണ്. എന്റെയും നിങ്ങളുടെയും മറുവില യേശുവിന്റെ പരിശുദ്ധ രക്തമാണ്. ഈ ഭൂമിയിലെ ഒരു പ്രതിഭാസത്തിനും എന്റെ കർത്താവിന്റെ പദ്ധതിയിൽ നിന്ന് എന്നെ മാറ്റുവാൻ സാധ്യമല്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ നമ്മുടെ പഠന വിഷയത്തിലേക്ക് മടങ്ങി വരാം. അടുത്ത വിഷയം എന്താണ്? യേശു ഒരു മനുഷ്യന്റെ ആരാണ്? ഞാൻ പറഞ്ഞല്ലോ, സ്വർഗത്തിൽ ചെല്ലുകയാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പാസ്റ്ററെ അല്ലെ സിസ്റ്ററെ, പഴയ വിശ്വാസി പുതിയ വിശ്വാസി എന്നൊന്നുമില്ല. അവിടെ കറുത്തവനോ വെളുത്തവനെന്നോ വണ്ണം കൂടിയവനെന്നോ വണ്ണം കുറഞ്ഞവനെന്നോ ഇല്ല. നമ്മൾ മരിക്കും 1.5 ടണ്ണ് തൂക്കം ഉണ്ടെങ്കിലും മരിക്കുമ്പം തീരും. എടുത്തുകൊണ്ട് പോകുന്നവർ ചിലപ്പം പ്രാകും. ഇതൊക്കെ ഉള്ളൂ. എടുത്തുകൊണ്ട് പോകുന്നവരൊക്കെ ഗതികേട് കൊണ്ട് ഇവനാകുന്ന കാലത്ത് മൊത്തം തിന്നു, ബാക്കിയുള്ളവൻ ചുമക്കണം എന്നൊക്കെ പറയും. സൗദി അറേബ്യ കണ്ടില്ലേ, ഒരുത്തനെ JCBക്ക് പൊക്കിയെടുത്തിട്ട് അതിൻ്റെ ചെയിൻ പോലും പൊട്ടിപ്പോയി. അത്ര തൂക്കമുള്ളവരാ. ചിലരെ കണ്ടില്ലേ, ഓലക്കാല് പോലിരിക്കും. ഒരുത്തൻ ഷീറ്റിൻ്റെ മേളിൽ കൂടെ നടക്കുന്നുണ്ട്. നമ്മുടെ അവിടെ സ്റ്റീൽ ഡ്രസ്സിൻ്റെ പണി നടക്കുക. അപ്പോൾ ഇവൻ ഷീറ്റിൻ്റെ മേളിൽ കൂടെ കാണപ്പോൾ എനിക്കൊരു പേടി, ഈ ഷീറ്റ് ചളുങ്ങുമോ എന്ന്. ഇവൻ അണ്ണാങ്കുഞ്ഞ് പോകുന്ന പോലെ കയറി പോവുക. ഞാനവനെ പിടിച്ച് താഴെ ഇറക്കിയടാ, നീ ഇതിൻ്റെ മേളിൽ കൂടെ കിടന്ന ഷീറ്റ് ചളുങ്ങത്തില്ലടാ. ഇല്ല പച്ചാന്ന് പറഞ്ഞു. വീണ്ടും ചോദിച്ചു, ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവൻ്റെ തൂക്കം ചോദിച്ചപ്പം 42 കിലോയേ ഉള്ളൂ.
കല്യാണം കഴിച്ച് 3 പിള്ളേരും ഒക്കെ ഉണ്ട്. പക്ഷെ തൂക്കം 42 കിലോ ഉള്ളൂ. പിള്ളേ എനിക്ക് ധൈര്യമായി 16 കെജിൻ്റെ ഈ ഷീറ്റ് താഴുകയില്ല, പേടിക്കണം. അപ്പോൾ നമ്മൾ വലിയവരാണോ ചെറിയവരാണോ, തൂക്കമുള്ളവരാണോ തൂക്കം കുറഞ്ഞവരാണോ, കറുത്തവനാണോ വെളുത്തവനാണോ, വലിയ വീട്ടിലെയാണോ കൊച്ചു വീട്ടിലെയാണോ, ഇതൊന്നും നിത്യതയിൽ ബന്ധമില്ല സഹോദരങ്ങളെ. നന്നായിട്ട് അറിഞ്ഞാട്ടെ, അബദ്ധം പറ്റരുത്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നിൽക്കുന്ന ദൂതന്മാർ ചോദിക്കും, മിസ്റ്റർ ചാക്കോച്ചൻ, യേശു നിങ്ങളുടെ ആരാണ്? ഇപ്പം എന്തോ പറയും? യേശു ഞങ്ങളുടെ ആരാന്ന് പറയും. യേശു പള്ളിയിലുള്ള ദൈവമാണ്. ക്രിസ്മസിന് ഞങ്ങൾ വിളക്കിടുമായിരുന്നു. യേശു ഉയർത്തന്ന് ഞങ്ങൾ പോത്തിനെ മേടിച്ചായിരുന്നു. ഇതൊന്നുമല്ല. ഇതുകൊണ്ടൊന്നും നമ്മളെ അങ്ങോട്ട് കയറ്റത്തില്ല. അപ്പോൾ ഒരു പാപി രക്ഷിക്കപ്പെട്ട നീതിക്ക് അവകാശിയായി വരുമ്പോൾ യേശു അവൻ്റെ ആരാണ് അറിയാൻ താല്പര്യമുണ്ടോ? യേശു നമ്മുടെ ആരാണ്? 1 കൊരിന്ത്യർ 1-ാം അധ്യായം 30-ാം വാക്യത്തിൽ വരുമ്പോൾ നിർത്തി ആ വചനം ദയവായി വായിക്കണം. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 30-ാം വാക്യം ശ്രദ്ധിച്ചു കേട്ടാൽ. നിങ്ങളോ അവനാൽ ക്രിസ്തുയേശുവിൽ ശ്രദ്ധിക്കണം. നിങ്ങളോ അവനാൽ, ദൈവത്താൽ, നിങ്ങളോ ദൈവത്താൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. ശ്രദ്ധിക്കുക, നിങ്ങളോ ദൈവത്താൽ ക്രിസ്തുയേശുവിൽ ഇരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ അല്ലെങ്കിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ അവൻ ക്രിസ്തുവിൽ ഇരിക്കുന്നു. ഇനി അടുത്തത്, അവൻ നമുക്ക്, നിർത്തി വായിക്കണം. അവൻ നമുക്ക്, ആര്? യേശു. അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന്, മക്കളെ ശ്രദ്ധിച്ചോണേ, അവൻ നമുക്ക് ദൈവത്തിങ്കൽ നിന്ന് ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്നു. ആരിൽ നിന്ന്? പിതാവായ ദൈവം യേശുവിനെ അയച്ച് നിത്യതയുടെ കവാടം തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചീന്തി അവന് തുറന്നു കൊടുക്കുമ്പോൾ, ശ്രദ്ധിക്കുക ദൈവവൈദ്യരെ, ഒരു പാപിക്ക് നിത്യതയിലെ യേശുവിൻ്റെ സാന്നിധ്യം എങ്ങനെയാണ്? അവിടെ പറയുന്നു, അവൻ ദൈവത്തിങ്കൽ നിന്ന്, ആര്? യേശു പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നമ്മുടെ ജ്ഞാനം, നമ്മുടെ നീതി, നമ്മുടെ വീണ്ടെടുപ്പ്, നമ്മുടെ ശുദ്ധീകരണം. നല്ല വാക്കാണല്ലേ? ജ്ഞാനം, വീണ്ടെടുപ്പ്, നീതി, ശുദ്ധീകരണം. അപ്പം നമുക്കിനി ചെന്ന് ചോദിക്കാം, കർത്താവായ യേശുവേ, യേശു അങ്ങ് എൻ്റെ ആരാണ്? അപ്പോൾ യേശു പറയും, ബ്രദർ ജോസ്, നിൻ്റെ നീതി ഞാനാണ്, നിൻ്റെ വീണ്ടെടുപ്പ് ഞാനാണ്, നിൻ്റെ ശുദ്ധീകരണം ഞാനാണ്, നിൻ്റെ ജ്ഞാനം ഞാനാണ്. അതുകൊണ്ടാണ് അന്തിമത്താഴം കഴിഞ്ഞ് ഗെത്സമനിയിലേക്ക് പോകുമ്പോൾ തന്നെ അനുഗമിച്ച 11 സ്ലീഹന്മാരോട് ഹൃദയവേദനയോടെ വാഴ്ത്തപ്പെട്ട മശിഹ പറഞ്ഞൊരു വാക്കുണ്ട്. വാക്കെന്തെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, നിങ്ങൾ എന്നിൽ വിശ്വസിക്കണം, നിങ്ങൾ എൻ്റെ പിതാവിലും വിശ്വസിക്കണം. പിന്നൊരു വാക്ക് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? യേശുവേ, നീ ജീവിക്കുന്നത് കൊണ്ടാണ് ഏഴയായ ഞാൻ ജീവിക്കുന്നത്. വചനം വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശക്തിയായിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. അപ്പൊ യേശു ജീവിക്കുന്നതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ എൻ്റെ നീതിയോ, യെശയ്യാവ് പറയുകയാണ്, മനുഷ്യന്റെ നീതി കറപുരണ്ട തുണി പോലെ. മനുഷ്യന്റെ നീതിയെ നമ്മൾ കുറെ നീതിയൊക്കെ ചെയ്തു കൂട്ടും, കറപുരണ്ട തുണി പോലെയാണ്. മറ്റൊരു ഭാഗത്ത് യോബ് ചോദിക്കുന്നു, അശുദ്ധനിൽ നിന്ന് ജനിച്ച ഒരു വിശുദ്ധനുണ്ടോ? ആരുമില്ലെന്ന്. അപ്പൊ വിശുദ്ധനും ആരുമില്ല, മനുഷ്യന്റെ നീതി കറപുരണ്ട തുണി പോലെയായി. ഇനി വീണ്ടെടുപ്പ്, ദാവീദ് ചോദിക്കുക, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് വീണ്ടെടുക്കുന്നവനാണ്. അപ്പൊ വീണ്ടെടുപ്പും സാധ്യമല്ല, വിശുദ്ധിയുമില്ല, പിന്നെ അതുപോലെ നീതിയുമില്ല, ജ്ഞാനം ഒട്ടുമില്ല. മനുഷ്യന് ജ്ഞാനമുണ്ട്, ഭയങ്കര ജ്ഞാനമാണ്. അടുത്ത കാലത്ത് ഒരാൾ പറയാണ്, 3 ആപ്പിളായി പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിയാ, 3 ആപ്പിള്. ഒന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ആദാമും ഹവ്വായും പറിച്ചു തിന്ന ആപ്പിള്. അതോടുകൂടിയാണ് മനുഷ്യൻ ഈ പരുവമായത്. രണ്ടാമത്തെ, ആട് മേയ്ക്കാൻ പോയിരുന്നപ്പോൾ ഐസക് ന്യൂട്ടൻ്റെ മോന്തയ്ക്ക് വീണ ആപ്പിള്. അതാണ് വീണ്ടും ഉയർച്ച ഉണ്ടായത്. മൂന്നാമത്, ഇലക്ട്രോണിക്സ് കമ്പനി ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന ഒരു ആപ്പിളിൻ്റെ ഐപോഡും ഫോണും ഉണ്ട്, കണ്ടിട്ടില്ലേ? പീക്കിരി കുഞ്ഞുങ്ങൾ, 3.5 വയസ്സായുള്ളൂ. അവൻ അപ്പനാരാ അമ്മ ആരാണെന്ന് അറിഞ്ഞോളൂ. ഗൂഗിളിൽ എല്ലാ കാര്യവും അവൻ അറിയാം. ശ്രീചാരിയം കൊച്ചു വീക്കിരി കുഞ്ഞുങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പനും അമ്മയും കഞ്ഞിക്ക് വകയില്ലെങ്കിൽ പോലും അവന് മൊബൈൽ മേടിച്ചു കൊടുക്കും. ഏറെക്കുറെ നമ്മുടെ ഫ്രണ്ട് ഡോറിനിടാൻ പറ്റിയ പലകയുടെ വീതിയാണ്, കണ്ടിട്ടില്ലേ? അവൻ ഇതിനകത്ത് എന്തെല്ലാം കാണിച്ച് നരകത്തിൽ പോകുന്നത് നിങ്ങൾക്കറിയാം. ഇനിയും പോട്ടെ, ചിലരുണ്ട് ആരാധനയ്ക്ക് വരുമ്പോൾ ആദ്യം ബൈബിള് വെക്കും, മേളിൽ ഫോൺ വെക്കും, പിന്നെ കാറിൻ്റെ കീ വയ്ക്കും. ബൈബിൾ എവിടെ ആയിരിക്കുന്നത്? ബൈബിൾ എവിടെ ആയിരിക്കുന്നത്? അന്തിമ വിധിയുടെ നാളിൽ നിന്റെയൊക്കെ പ്രാണൻ നരകത്തിൻ്റെ അടിത്തട്ടി പോകും. ഒരു 2 ഫോൺ തലക്കീഴെ വെച്ചോണം കേട്ടോ. അവിടെ മോട്ടറോളോ ഇല്ലല്ലോ. അത്യാവശ്യത്തിന് ഇവിടേക്കൊന്ന് വിളിച്ച് മിസ് കോൾ അടിക്കണമെങ്കിലേ
നമ്മളവിടെ വെള്ളം കിട്ടാതെ കിടക്കുകയാണെന്നും പുഴു നമ്മുടെ മേളിൽ കൂടെ കയറുകയാണെന്നും കൃമി കീഴെ കിടന്ന് എങ്ങനെ മറിയുകയാണെന്നൊക്കെ ഒന്ന് മിസ് കോൾ അടിക്കണമെങ്കിൽ 2 വെച്ചോണം. ന്യായവിധി ഉണ്ടേ, ജീവിതം സൂക്ഷിക്കുക സഹോദരങ്ങളെ. അപ്പോൾ ലോകത്തിലെ ജ്ഞാനം അത് ഭോഷത്വമാണ്. അപ്പോൾ യേശു നമ്മുടെ ആരാണ്? ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യേശു നിങ്ങളുടേതാരാണ്? യേശു എൻ്റെ നീതിയാണ്, യേശു എൻ്റെ ജ്ഞാനമാണ്. അങ്ങനെയല്ലേ? അവൻ പിതാവായ ദൈവത്തിങ്കൽ നിന്ന് നീതി, വീണ്ടെടുപ്പ്, ജ്ഞാനം, ശുദ്ധീകരണം. അപ്പോൾ യേശു ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്, ദയവായി ശ്രദ്ധിക്കുക ദൈവമക്കളെ, അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമല്ല കേട്ടോ. ചിലർക്ക് ഇത് അറിഞ്ഞുകൂടാ. ക്രിസ്തീയ ജീവിതം അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. ഇത് നമ്മൾ റിസർച്ച് നടത്തുന്ന ഒരു ലാബിലെ റിസർച്ച് അല്ല. ശ്രദ്ധിക്കുക, 2 കെമിക്കൽ ചേർത്ത് 3-മതൊരു കെമിക്കൽ ഉണ്ടാക്കി അതിൻ്റെ ഒരു തിയറി എഴുതി ഉണ്ടാക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതം ദൈവത്തിൻ്റെ കരത്തിലിരിക്കുന്നതാണ്. നിങ്ങൾ ആരാണെന്നുള്ളതല്ല വിഷയം, യേശു നിങ്ങളുടെ ആരാണ്. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാം നിങ്ങൾ ആരാണെന്ന് അറിയണ്ട? ധനവാനോ ദരിദ്രനോ ആര്യനോ ദ്രാവിഡനോ ആണോ പെണ്ണോ, വലിയവനോ ചെറിയവനോ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ആരാണെന്ന് അറിയണ്ട. യേശു നിങ്ങളുടെ ആരാണ്. അപ്പൊ നമുക്ക് പറയണം, യേശുവേ നീയാണ് എൻ്റെ നീതി, യേശുവേ നീയാണ് എൻ്റെ വീണ്ടെടുപ്പ്, യേശുവേ നീയാണ് എൻ്റെ ജ്ഞാനം, യേശുവേ നീയാണ് എൻ്റെ ശുദ്ധീകരണം. യേശു എന്ത് പറഞ്ഞു? ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? യേശു ജീവിക്കുന്നു, അതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. ഉയരുമ്പോൾ നിഗളിക്കരുതേ, ഉയരുമ്പോൾ നിഗളിക്കരുത്, താഴുമ്പോൾ നിരാശപ്പെടരുത്. ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, ഉയരുമ്പോൾ നിഗളിച്ച് നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കരുത്. താഴുമ്പോൾ നിരാശപ്പെട്ട് അയ്യോ എനിക്കിങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞ് ദൈവത്തെ വിട്ടുപോകരുത്. നിങ്ങൾ ആരാണെന്ന് അറിയണ്ട, പകരം ദൈവം നിങ്ങളുടെ ആരാണ്. നമുക്ക് പറയാം, ഞാൻ എൻ്റെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നീതിമാന്മാരുടെ ഗണത്തിൽ എൻ്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയപ്പോൾ അന്ന് തുടങ്ങി എൻ്റെ നീതി യേശുവാണ്, എൻ്റെ വീണ്ടെടുപ്പ് യേശുവാണ്, എൻ്റെ ശുദ്ധീകരണം യേശുവാണ്, എൻ്റെ ജ്ഞാനം യേശുവാണ്. ഏറ്റുപറയാൻ കഴിയുന്നവർ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച വിശ്വാസത്തോടെ ഏറ്റു പറഞ്ഞാട്ട്, യേശുവേ നീ എൻ്റെ നീതിയാണ്, നീ എൻ്റെ വീണ്ടെടുപ്പാണ്, നീ എൻ്റെ ജ്ഞാനമാണ്, നീ എൻ്റെ ശുദ്ധീകരണമാണ്. നീ ജീവിക്കുന്നത് കൊണ്ട് ഏഴയായ ഞാനും ജീവിക്കുന്നു. നീ മരിക്കത്തില്ലയോ? ഇല്ല, നിന്നിൽ വിശ്വസിക്കുന്ന ഞാനും മരിക്കാതെ ജീവിക്കും. വിശ്വാസമുള്ളവർ ശക്തിയായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പറഞ്ഞേക്കണം, ചെകുത്താൻ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അരികെ വന്ന് നമ്മളെ വരട്ടും. ചിലർക്ക് ഇത് അറിഞ്ഞുകൂടാ. നമ്മളെ സ്വർഗത്തിൽ ദൈവത്തമ്പുരാനോട് ഒരു കാര്യം പറഞ്ഞെന്നിരിക്കട്ടെ, ദൈവം അത് ക്ഷമിക്കുമ്പോൾ നമ്മളും ക്ഷമിക്കണം. ദൈവം മറക്കുമ്പോൾ നമ്മളും മറക്കണം. ചിലരും മറക്കത്തില്ല. എൻ്റെ കുട്ടിക്കാലത്തെ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു കുറുപ്പ് സാറുണ്ട്. കുറുപ്പ് സാർ ഒരിക്കലൊരു കഥ പറഞ്ഞത്, അത് മറ്റൊന്നുമല്ല, ആ റെയിൽവേ ട്രാക്കിലെ 2 പാളത്തിൽ കൂടെ ഓടുന്നതിൻ്റെ രഹസ്യം. നിങ്ങളൊക്കെ അറിയാമോ അതെന്താണെന്ന്? നിങ്ങൾ എവിടെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പോയി ശാന്തമായി ഒന്ന് നിന്ന് നോക്കണം. ഒരു ട്രെയിൻ ഇപ്പം മദ്രാസ് മെയിൽ അങ്ങോട്ട് വന്ന് നിന്നു. അതിനുശേഷം തിരിച്ചു പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ? ആദ്യം ഇഞ്ചൻ പോകും, തൊട്ട് കുറേ ബോഗികൾ പോകും. ആദ്യം മുമ്പോട്ട് എടുത്തിട്ടൊരു ചെറിയ ഇരുത്തലുണ്ട്. അപ്പോൾ ഇടിക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ടക്കെന്നൊരിടി ഇടി. ഇഞ്ചൻ മുമ്പോട്ട് വലിഞ്ഞിട്ട് ഇച്ചിരി താഴ്ന്ന ഉടനെ പുറയുന്ന ബോഗികൾ ടക്കെന്നടിക്കും. 1-മത്തെ ഇടി പറയുന്നത് പൊറുക്കടാന്നാണ്, 2-മത്തെ ഇടി പറയുന്നത് മറക്കടാന്നാ. കണ്ടിട്ടില്ലേ? അപ്പൊ ഇടി അങ്ങോട്ട് തുടങ്ങുമ്പോൾ പൊറുക്കടാ മറക്കടാ പൊറുക്കടാ മറക്കടാ പൊറുക്കടാ മറക്കടാ. ഇപ്പൊ ഇടയ്ക്ക് പൊറുക്കത്തില്ലടാ മറക്കത്തില്ലടാ എന്ന് പറയുമ്പോഴാണ് വേമ്പനാട്ടുകായലി തലേ മുത്തി വീഴുന്നത്. കുടുംബജീവിതവും ഇങ്ങനെയാണ് കേട്ടോ. പൊറുക്കടാ മറക്കടാ എന്ന് പറഞ്ഞാൽ ഈ ട്രാക്കിൽ കൂടെ ഓടിപ്പോകാം. സ്നേഹത്തിൻ്റെ നിയമങ്ങളിലാണ്, മനസ്സിലായി? പരസ്പര ധാരണയും സ്നേഹവും കൂടെ ചേർന്നാണ് കുടുംബജീവിതം. ഭാര്യ ഭർത്താവിൽ ഒരു ധാരണയുണ്ട്, അങ്ങനല്ലേ? കഷ്ടത്തിലും ദുഃഖത്തിലും നിന്നോടൊപ്പം മാത്രം ഇരുന്നോളാം എന്നൊക്കെയാണ് പറയുന്നത്. കഷ്ടത്തിലും ദുഃഖത്തിലും നിന്നോടൊപ്പം മാത്രം ഇരുന്നോളാം, മരണത്താലല്ലാതെ നിന്നെ വിട്ടു പോകത്തില്ലെന്നൊക്കെ പറയും. അപ്പോൾ പരസ്പരം ഒരു ധാരണയും ആഴത്തിലുള്ള സ്നേഹവും കൂടാണ്. ഓടുമ്പോൾ എന്തു വേണം? ഓടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അന്ന് ഇനിയും ശ്രദ്ധിച്ചിട്ടില്ലേ? ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്ന് അവിടെ കാപ്പി കച്ചവടം ഒന്നും ശ്രദ്ധിക്കാതെ ഇതൊന്നും ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ കുടുംബജീവിതത്തിന് പറ്റുന്ന എന്താണ്? പൊറുക്കടാ മറക്കടാ പൊറുക്കടാ മറക്കടാ. കണ്ടില്ലേ? കുറെ കഴിഞ്ഞ് വണ്ടി അങ്ങോട്ട് സ്പീഡാകുമ്പോൾ എന്ന് പറയും, പൊറുക്കടാ മറക്കടാ പൊറുക്കടാ മറക്കടാ എന്ന് പറയും. അതിനിടെ കൂവി വിളിക്കുന്നതും കേൾക്കാം. എടാ ഞങ്ങൾ വീഴുമെന്ന് ചിന്തിച്ചിരുന്നവൻ നാണം കെട്ടുപോയി, ഞങ്ങൾ പുറത്തും മറന്നു, ഇന്നും ജീവിക്കുകയാടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രെയിൻ പോകും.
ഇതിനിടെ പൊറുക്കത്തിലിടാന്ന് പറയുമ്പോൾ വേമനാട്ട് കായലിൽ കണ്ടില്ലേ, താഴെ വീണ് 150 പേര് ചത്തു, പിന്നെ ക്രെയിനെ തൂക്കി, എന്തെല്ലാം പ്രശ്നമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക സഹോദരങ്ങളെ, യേശു നമ്മുടെ നീതിയാണ്, യേശു നമ്മുടെ വീണ്ടെടുപ്പാണ്, യേശു നമ്മുടെ ജ്ഞാനമാണ്. അപ്പം നമ്മളതിനകത്ത് ടെൻഷൻ അടിക്കണോ? എനിക്ക് യാതൊരു ടെൻഷനുമില്ല. യേശു ജീവിക്കുന്നു, ഞാനും ജീവിക്കുന്നു. യേശു അങ്ങനെയല്ലേ പറഞ്ഞത്, ഞാൻ ജീവിക്കുന്നു അതുകൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. യേശു മരിക്കുമെന്നുണ്ടെങ്കിൽ പേടിക്കണം. യേശു മരിക്കുമോ? ഇല്ല. യേശു അവനിനി മരിപ്പാൻ കഴിയത്തില്ല എന്നാ പറഞ്ഞത്. അപ്പം എൻ്റെ നീതിയല്ല വിഷയം, എൻ്റെ ജ്ഞാനമല്ല വിഷയം, എൻ്റെ വീണ്ടെടുപ്പല്ല വിഷയം, പിന്നെയോ എൻ്റെ കർത്താവായ യേശുവാണ്. അപ്പം യേശുവിനോട് നമ്മളങ്ങ് ചേർന്നിരുന്നാൽ മതി, യേശുവിനോട് നമ്മളങ്ങ് ചേർന്ന് പറ്റി അങ്ങിരുന്നാൽ മതി. ശ്രദ്ധിച്ചാൽ അറിയാം, യേശുവിനെ വിട്ടങ്ങൊന്നു പോകരുത്. അപ്പം ശ്രദ്ധിക്കുക, ഒരു പാവി രക്ഷയുടെ മാർഗത്തിൽ വന്ന് നീതിമാന്മാരുടെ ഗണത്തിൽ അവൻ്റെ പേരെഴുതി അവൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ അവൻ്റെ നീതി യേശുവാണ്, അവൻ്റെ വീണ്ടെടുപ്പ് യേശുവാണ്, അവൻ്റെ ജ്ഞാനം യേശുവാണ്, അവൻ്റെ വിശുദ്ധി യേശുവാണ്. ഇന്ന് രാത്രി ധൈര്യത്തോടെ പറയാമോ? ചിലർക്കിതറിയത്തില്ല, അവർ ഈ അഡ്ജസ്റ്റ്മെൻറ്റിന് നിൽക്കും, അവസാനം വെള്ളത്തിലാകും. ഞാൻ പറഞ്ഞേക്കാം കേട്ടോ, അവസാനം കിടന്ന് പരക്കം പായും. ഞാനിപ്പോൾ ഉമ്മന്നൂരായിരിക്കുന്നത്. ഉമ്മന്നൂര് അവിടെ ഒരു അയൽവാസിയുണ്ട്, അവനെ ചൂടനെന്നാണ് വിളിക്കുന്നത്, ചൂടൻ. കാരണം വെച്ചാൽ എത്ര തണുപ്പാണേലും അവൻ ഉടുപ്പൂരി തോളത്തിടും. ഇപ്പം നാട്ടുകാർ കൂടി ഒരു പേരിട്ട് ചൂടൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വെയ്ത്തോമി വരും, പാവപ്പെട്ട മനുഷ്യനാണ്. അപ്പം ഞാൻ അവൻ എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ അവനെ ഒരു സിദ്ധാന്തം പറഞ്ഞിട്ടുണ്ട്. അവന് വേറൊരു ആളോട് പറഞ്ഞു, പാസ്റ്റപ്പച്ചനോട് കള്ളം പറയരുത്. കള്ളു കുടിക്കാനാണെന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കാനാണെന്ന് പറയണം, ബീഡി വലിക്കാനാണെന്ന് പറഞ്ഞാൽ ബീഡി വലിക്കാൻ പറയണം. കാര്യം കള്ളം പറയുന്നവൻ നരകത്തിൽ പോകുന്നു. അവൻ വേറൊരു ആളിന് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഒരുത്തം വന്നതിന് പറഞ്ഞാൽ, പാസ്റ്റപ്പച്ച എനിക്ക് ബീഡി മേടിക്കാൻ ഇച്ചിരി കാശ് തരണം. എനിക്ക് ബീഡിക്ക് കാശ് തരണം. അതെന്നോട് ചൂടൻ പറഞ്ഞ് കള്ളം പറയരുത്, കള്ളം പറഞ്ഞാൽ കിട്ടത്തില്ല, നേര് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ചൂടനായിട്ട് ഞാൻ ചോദിച്ചേടാ ചൂടാ, നീ ബീഡി മേടിക്കണോ? അയ്യോ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അമ്മയാണേ ആണാണേ അപ്പനാണാണേ എന്നൊക്കെ ഇവൻ ഏറ്റു പറഞ്ഞു. ഞാനിച്ചിരി പൈസ കൊടുത്തു. ഒരു ദിവസേ ഞാനെവിടെയോ പ്രസംഗം കഴിഞ്ഞേച്ചേ വരുന്ന കൂട്ടത്തിൽ ക്ലാസ് പൊക്കിയിട്ടേക്കായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അവനൊരു സിഗരറ്റൊക്കെ ഇങ്ങനെ വലിക്കുക, വെള്ളമില്ലാത്ത മോട്ടർ വലിക്കുന്ന പോലെ വലിച്ച് കയറ്റുക, വണ്ടി ക്ലാസ് പൊക്കിയിട്ടിരിക്കുക. അപ്പം ഞാൻ ഡ്രൈവറോട് പറഞ്ഞു, ചേർത്ത് കൊണ്ടങ്ങ് നിർത്തടാന്ന് പറഞ്ഞു. അവൻ കൊണ്ട് ചേർത്ത് കൊണ്ട് നിർത്തിയിട്ട് ക്ലാസ് താത്തോണ്ട് എന്നെ കണ്ടു. അയ്യോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഈ ബീഡി എടുത്ത് മടിയിലോട്ട് അങ്ങ് വെച്ചു. ഞാനും ഓർത്ത് അവിടെ ഇരിക്കട്ടെ, 5 നിമിഷം അവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്ത് ബീഡി എടുത്ത് മടിയിലോട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ ഉണ്ടാതിരുന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മോ എന്ന് പറഞ്ഞൊരു പോത്ത് കൊത്തി. ഞാൻ ചോദിച്ചാൽ എന്താടാ വയറ്റ് വേദനയുണ്ടോ? ഇല്ലേ, മുണ്ട് കത്തിയേ, വയറ് പൊള്ളിയേ. എന്താ കാരണം? അപ്പച്ചാ ഞാനേ ഒരു വീഡിയോ വലിച്ചപ്പച്ചാ അത് അപ്പച്ചനെ കണ്ടു മടി വെച്ചു പോയി, മുണ്ടും കത്തി വയറും പൊള്ളി. ഞാൻ നിങ്ങളോട് കാര്യം പറയാം, സൂത്രം കൊണ്ടിരിക്കരുത്, അവസാനം മുണ്ടും കത്തും വയറും പൊള്ളും നരകത്തിലും പോകും. ജീവിക്കാൻ ഒക്കുന്നില്ലേ, ദൈവം തമ്പുരാനോട് നേര് പറഞ്ഞേക്കണം. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ നീതി യേശുവാണ്. ധൈര്യമുണ്ടോ? എൻ്റെ നീതി യേശുവാണ്, എൻ്റെ വീണ്ടെടുപ്പ് യേശുവാണ്, എൻ്റെ ജ്ഞാനം യേശുവാണ്, എൻ്റെ ശുദ്ധീകരണം യേശുവാണ്. യേശു ജീവിക്കുന്നു, അവൻ സ്വർഗത്തിലെ സിയോനിലെ രാജാവാണ്. അവൻ ജീവിക്കുന്നതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ക്രിസ്തീയ ജീവിതം യുദ്ധകളമാണ്. ആകാശത്തോളം ഉയരും, അപ്പോൾ നീ നിഗളിച്ച് ആരെയും വിധിക്കരുത്. ആഴത്തിലേക്ക് താഴും, അപ്പോൾ നിരാശപ്പെട്ട് നീ ദൈവത്തെ വിടരുത്. നീ ഏറ്റു പറയണം, യേശുവേ ആകാശത്തോളം ഉയർത്തിയത് നീയാണ്, ആഴത്തിലേക്ക് താഴ്ത്തിയതും നീയാണ്. ഉയർത്തിയത് നീ, താഴ്ത്തിയത് നീ.